ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकम्। वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं सागरजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च। हे कृष्णा करुणा सिन्धु दीनबन्धु जगत्पते गोपेशा गोपिका कान्दा राधा कान्दा नमोस्तुते। तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ॐ विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने। नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 10 ശ്ലോകം 36 നമ്മൾ നോക്കേണ്ടത്. സോ ഭഗവാന്റെ വിഭൂതികളെക്കുറിച്ച് പറയുന്ന സെക്ഷനാണ് നമ്മൾ പഠിക്കുന്നത്. ശ്ലോകം 21 മുതൽ സ്റ്റാർട്ട് ചെയ്തതാണ്. 35 കഴിഞ്ഞ് 36-ാമത്തെ ശ്ലോകം നമ്മൾ നോക്കുന്നു. 39-ാമത്തെ ശ്ലോകം വരെ അതാണ് പറയുന്നത്, വിഭൂതികളാണ് പറയുന്നത്. ഓക്കെ, 36-ാമത്തെ ശ്ലോകം ശ്രീമദ് ഭഗവത്ഗീത 10:36. ദ്യൂതം ചലയതാം അസ്മി തേജസ്വിനാമഹം ജയോസ്മി വ്യവസായോസ്മി സത്വം സത്വവതാമഹം. ദ്യൂതം ചലയതാമസ്മി തേജസ്വിനാമഹം ജയോസ്മി വ്യവസായോസ്മി സത്വം സത്വവതാം അഹം. ദ്യൂതം ചലയതാമസ്മി തേജസ്വിനാമഹം ജയോസ്മി വ്യവസായോസ്മി സത്വം സത്വവതാമഹം. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. ദ്യൂതം ചലയതാമസ്മി തേജസ്വിനാമഹം ജയോസ്മി വ്യവസായോസ്മി സത്വം സത്വവതാമഹം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദ്യൂതം ചലയതാമസ്മി തേജസ്വിനാമഹം ജയോസ്മി വ്യവസായോസ്മി സത്വം സത്വവതാമഹം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ പ്രണാം പ്രഭു. ദ്യൂതം ചലയതാമസ്മി തേജസ്വിനാമഹം ജയോസ്മി വ്യവസായോസ്മി സത്വം സത്വവതാമഹം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദ്യൂതം ചലയതാമസ്മി തേജസ്വിനാമഹം ജയോസ്മി വ്യവസായോസ്മി സത്വം സത്വവതാമഹം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.
हरे कृष्ण प्रभु। ഉം. द्यूतं चलेदात्म अस्मि तेजस्तेजस्विनामहं जयोऽस्मि व्यवसायोऽस्मि सत्तं सत्तवदामहम्। हरे कृष्ण। Yes. हरे कृष्ण प्रभु जी। ओम नमो भगवते वासुदेवाय। द्यूतं चलयतामस्मि तेजस्तेजस्विनामहं जयोऽस्मि व्यवसायोऽस्मि सत्त्वं सत्त्ववतामहं। हरे कृष्ण। थैंक यू प्रभु जी। Hare Krishna. Yes. Okay. വിവർത്തനം ഭാവാർത്ഥം. വായിക്കട്ടെ പ്രഭു. ഹരേ കൃഷ്ണ. हरे कृष्ण प्रभु जी। വിവർത്തനം വായിച്ചോ മാതാജി. ഹരേ കൃഷ്ണ. വിവർത്തന ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭുപാദ്. ശ്രീല പ്രഭുപാദ് കി ജയ്. വഞ്ചകരുടെ ചൂതുകളിയും തേജസ്വികളുടെ തേജസ്സും ഞാനാകുന്നു. ജയവും സതുദ്യമവും ശക്തരുടെ കരുത്തും ഞാൻ തന്നെ. ഭാവാർത്ഥം. പ്രപഞ്ചത്തിൽ പലവിധം വഞ്ചകരുണ്ട്. വഞ്ചനകളിൽ വെച്ച് മുഖ്യമായ ചൂതുകളി ആ പ്രാധാന്യം കൊണ്ട് തന്നെ കൃഷ്ണന്റെ പ്രതിനിധിയായി. പരമപുരുഷനായ കൃഷ്ണന് മറ്റാരേക്കാളും വഞ്ചകനാകാൻ കഴിയും. ഭഗവാന് ഒരാളെ വഞ്ചിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വഞ്ചനയെ കടന്നു നിൽക്കാൻ ആർക്കും സാധ്യമല്ല. ഭഗവാന്റെ മഹത്വം ഏകമുഖമല്ല, സർവതോമുഖമാണ്. വിജയികളിൽ വിജയം തന്നെയാണ് കൃഷ്ണൻ. തേജസ്വികളുടെ തേജസ്സും. ഉദ്യമികളിൽ വെച്ച് മഹോദ്യമിയാണ് അദ്ദേഹം. സാഹസികളിൽ വെച്ച് സാഹസിയും ശക്തരിൽ വെച്ച് ശക്തനും. കൃഷ്ണൻ ഭൂമിയിൽ പ്രത്യക്ഷനായിരുന്ന കാലത്ത് കരുത്തുകൊണ്ട് അദ്ദേഹത്തെ കീഴടക്കുന്ന ഒരാളും ഉണ്ടായിരുന്നു. ബാല്യത്തിൽ തന്നെ അദ്ദേഹം ഗോവർദ്ധന പർവ്വതത്തെ എടുത്തുയർത്തി. വഞ്ചനയിൽ അദ്ദേഹത്തെ കവച്ചു വെക്കാൻ ആരുമില്ല. തേജസ്സിൽ അദ്ദേഹത്തെ അതിശയിക്കാൻ ആരുമില്ല. വിജയത്തിൽ അദ്ദേഹത്തെ തോൽപ്പിക്കാനും ആരുമില്ല. ഉദ്യമത്തിലും ശക്തിയിലും കൃഷ്ണൻ അദ്വിതീയനാണ്. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇവിടെ ഭഗവാൻ പറയുന്നു, വഞ്ചിക്കുന്ന ഗാംബ്ലിങ് അല്ലെങ്കിൽ ചീറ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ അതിൽ ദ്യൂതമാണെന്ന് പറയുന്നു. അതായത് ശിലപ്രഭുജി ഭാവത്തിൽ പറയുന്നു, ഈ ചീറ്റിംഗ് പ്രോസസ്സുകൾ വെച്ച് പറയുമ്പോൾ അതിൽ വെച്ച് ചൂതുകളി, ഗാംബ്ലിംഗ് എന്ന് പറയുന്നതാണ് അതിലേറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു ചീറ്റിംഗ് പ്രോസസ്സ്. സോ ഭഗവാൻ പറയുന്നു, ഞാൻ അതിനെയും പ്രതിനിധീകരിക്കുന്നു എന്ന്. തേജസ്വികളിൽ വെച്ച് തേജസ്സാണ്. പിന്നെ എല്ലാവിധ വിക്ടറി എന്ന് ജയം എന്ന് പറഞ്ഞാൽ അത് ഭഗവാനാണ്. പിന്നെ പറയുന്നു വ്യവസായ, അല്ലെങ്കിൽ എന്തെങ്കിലും അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ, സാഹസികമായിട്ടുള്ള കാര്യങ്ങൾ ഭഗവാൻ പറയുന്നത് ഞാനാണ്. പിന്നെ പറയുന്നു ശക്തി, സത്വം സത്വവതാം, ശക്തരിൽ വെച്ച് ഏറ്റവും ശക്തിമാൻ ഞാനാണ്. ഇതെല്ലാം ഭഗവാന്റെ. സോ ഈ വിഭൂതി ശക്തികൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുന്നത് ബേസിക്കലി അദ്ദേഹത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒന്നുമില്ല. അതാണ് കാര്യം. ഭഗവാൻ കൃഷ്ണനെ ചതിക്കാൻ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ അതിനും വലിയ ചതി ഭഗവാൻ ചെയ്യും. അതിൻ്റെ അർത്ഥം ഒരു ഏറ്റവും വലിയ ചതിക്കുന്ന ഒരാൾക്ക് പോലും ഭഗവാന്റെ അടുത്ത് ഒന്നും നടക്കില്ല. അതാണ് പറയുന്നത്. ചുരുക്കം പറഞ്ഞ ഭഗവാനെ ക്രോസ് ചെയ്തിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല അവർ. അത് ഏറ്റവും വലിയ ദുഷ്ടനായിക്കോട്ടെ, ഏറ്റവും വലിയ ചതിയനായിക്കോട്ടെ, ഏറ്റവും വലിയ ടെററിസ്റ്റ് ആയിക്കോട്ടെ. ഹിരണ്യകശിപുവിന്റെ പോലെ ഒരു ടെററിസ്റ്റ് ഉണ്ടായിരുന്നില്ല, അല്ലേ? മാക്സിമം പോസിബിൾ ആയിട്ടുള്ള എല്ലാ കോമ്പിനേഷനിലുമുള്ള ആളുകളും അല്ലെങ്കിൽ അവസ്ഥകളും ഹിരണ്യകശിപുവിന്റെ വരത്തിൽ അദ്ദേഹം ഇൻക്ലൂഡ് ചെയ്തിരുന്നു. അകത്തും ആരും എന്നെ തൊടില്ല, ആയുധം കൊണ്ട് എന്നെ വധിക്കാൻ സാധിക്കില്ല, കാലത്ത് പറ്റില്ല, രാത്രിയിൽ പറ്റില്ല. അങ്ങനെ മാക്സിമം അദ്ദേഹം എല്ലാ രീതിയിലൂടെയും അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ കോമ്പിനേഷൻസും ബ്രഹ്മാവിനോട് എടുത്തു പറഞ്ഞ് അതെല്ലാം അതിൽ വരം വാങ്ങിച്ചു. എന്നാൽ ഹിരണ്യകശിപു വിചാരിച്ചു എന്നെ ഇനി ആർക്കും തൊടാൻ സാധിക്കില്ല എന്ന്. പക്ഷേ ഭഗവാൻ അങ്ങനെയാണ് നരസിംഹദേവനായിട്ട് വരുന്നതും ഉമ്മറപ്പടിമേ ഇരുന്നിട്ട് ഉമ്മറപ്പടിമയിലിരുന്ന് അദ്ദേഹത്തിൻ്റെ മടിയിലിരുന്നിട്ടാണ്. അപ്പോൾ ആകാശത്തുമല്ല നിലത്തുമല്ല, സന്ധ്യ സമയത്താണ്, പകലുമല്ല രാത്രിയുമല്ല, എല്ലാം നോക്കി ഹിരണ്യകശിപു വിചാരിച്ചു അദ്ദേഹത്തിന് അത്ര സ്മാർട്ട്നെസ് വേറെ ആർക്കും ഇല്ലെന്ന്. വിഷ്ണു ഈസ് മോർ സ്മാർട്ടൻ. ഭഗവാൻ ആരേക്കാളും സ്മാർട്ടറാണ്. അപ്പോൾ അദ്ദേഹം ഭഗവാനെ ചതിക്കാനാണ് നോക്കിയത്.
എന്ത് സംഭവിച്ചു അദ്ദേഹത്തിന്? ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. സോ ഭഗവാന്റെ അടുത്ത് ഒരു കളികൾ നടക്കാൻ പോകുന്നില്ല. എല്ലാത്തിൻ്റെയും മുകളിലാണ്, എല്ലാ അവസ്ഥയുടെയും മുകളിലാണ്. ആർക്കും അദ്ദേഹത്തെ ഒന്നിലും സർപ്പാസ് ചെയ്യാൻ സാധിക്കില്ല, ഒന്നിലും ഓവർടേക്ക് ചെയ്യാൻ സാധിക്കില്ല. ചീറ്റിങ്ങിലായാലും കളവിലാണെങ്കിലും അല്ലെങ്കിൽ എല്ലാ എന്തിലാണെങ്കിലും. സോ അതാണ് ഭഗവാന്റെ ശക്തി, വിഭൂതി. ശിലപ്രഭാജി ഇവിടെ ഓർമ്മിപ്പിക്കുന്നു, ശക്തിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഗോവർദ്ധന പർവ്വതം കുട്ടിക്കാലത്ത് കൃഷ്ണൻ ഉയർത്തി എന്നത് ഓർമ്മിപ്പിക്കുന്നു നമ്മളെ. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ, ഭഗവാന്റെ ശക്തികൾ അങ്ങനെയാണ്. ആർക്കുമൊന്നും അടുത്ത് പോലും എത്താൻ സാധിക്കില്ല. ഭഗവാനെ ചതിക്കാൻ നോക്കിയിട്ടുള്ളവരൊക്കെ അവർക്കൊക്കെ തോൽവിയെ സംഭവിച്ചിട്ടുള്ളൂ അല്ലേ? ആർക്കും അദ്ദേഹത്തിനെ ഒരു രീതിയിലൂടെയും തോൽപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ചതിയിലൂടെയാണെങ്കിലും വഞ്ചനയിലൂടെയാണെങ്കിലും ഒന്നും നടക്കില്ല. അതുമാത്രമല്ല, ഭഗവാനാണെങ്കിൽ ഭഗവാന്റെ ഭക്തരെ പോലും അങ്ങനെ ആരെങ്കിലും ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഭക്തരെ പോലും തൊടാൻ സമ്മതിക്കില്ല അദ്ദേഹം. ഭക്തരെ എല്ലാ രീതിയിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യും. ഇപ്പോൾ പാണ്ഡവരും കൗരവരുടെയും കാര്യം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം അവർ ചതിച്ചിട്ടുണ്ട്. ചതി മാത്രമേ ചെയ്തിട്ടുള്ളൂ ദുര്യോധനൻ. വിഷം കൊടുത്തു ഭീമസേനനെ വെള്ളത്തിലേക്ക് എറിഞ്ഞു, ചതിയായിരുന്നു. അതേപോലെ തന്നെ മെഴുക് കൊട്ടാരം അവർക്ക് കൊടുത്തു, അവിടെ പോയി താമസിച്ചോളാൻ പറഞ്ഞു, ചതിയായിരുന്നു. എല്ലാ സമയത്തും ചൂതുകളി ചതിയായിരുന്നു. പക്ഷേ അവസാനം എന്ത് സംഭവിച്ചു? അവിടെ ദ്രൗപദി ദേവിയുടെ വസ്ത്രാക്ഷേപം നടക്കുന്ന സമയത്തും ആരാണ് ജയിക്കുന്നത്? ദ്രൗപദി ദേവി. കാര്യം ഭഗവാൻ അവിടെ വന്നു. ഭഗവാനെ ചതിക്കാൻ നോക്കിയവർക്ക് ഭഗവാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഭക്തരെ പ്രൊട്ടക്റ്റ് ചെയ്യും. ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ആർക്കും അതിനെ മറികടന്ന് പോകാൻ സാധിക്കില്ല. അതാണ് ഈ വിഭൂതികളെ കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞ് ഭഗവാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒപ്പുലൻസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശക്തി, അദ്ദേഹത്തിൻ്റെ പൊസിഷൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് ഭഗവത്ഗീത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുസ്തകമാണ് നമ്മൾ എപ്പോഴും പറയുന്നതും. അല്ലെങ്കിൽ നമ്മുടെ ശാസ്ത്ര പഠനത്തിൻ്റെ ആ ഒരു ലെവൽ നോക്കുമ്പോൾ ഇത് സ്കൂൾ വിദ്യാഭ്യാസം പോലെയാണെന്ന് പറയും നമ്മൾ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഭഗവത്ഗീതയിലെ അദ്ദേഹത്തിൻ്റെ പൊസിഷൻ പ്രോപ്പറായിട്ട് കൺവേ ചെയ്യുകയാണ്. ഇതാണ് ഞാൻ, പരമദിവ്യോത്തമ പുരുഷനാണ് ഞാൻ എന്നുള്ളത് അദ്ദേഹം സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്ന് ആ ഫിലോസഫി അദ്ദേഹം അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പല രീതിയിലുള്ള എക്സ്പ്ലനേഷൻ തരുന്നുണ്ട് ഭഗവത്ഗീതയിൽ. എന്നിട്ട് പറയുന്നു, ഞാനാണ് ആ ഭഗവാൻ, ആ പരമദിവ്യോത്തമ പുരുഷൻ. അപ്പോൾ ഇത് മനസ്സിലായിട്ടുള്ള ഒരാൾക്കാണ് ശ്രീമദ് ഭാഗവതം എടുക്കുമ്പോൾ നമുക്ക് ആക്ച്വലി ആ ലീലകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ലീലയാണ് ഭഗവാൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും ആ ലീലകളൊക്കെ ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത് പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള കൃഷ്ണൻ ആയതുകൊണ്ട് മാത്രമാണ് എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാവും. ഇല്ലെങ്കിൽ പ്രത്യേകിച്ചും ചില ലീലകളൊക്കെ ഭാഗവതത്തിൽ വരുന്നതൊക്കെ നമ്മൾ അല്ലെങ്കിൽ ആളുകൾ തെറ്റിദ്ധരിക്കും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഭഗവത്ഗീതയിൽ അതെല്ലാം ഭഗവാൻ ക്ലിയർ ആയിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് ആക്ച്വലി. സോ ഭഗവത്ഗീത പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്നുള്ളതിന് ചോദ്യത്തിന് നമ്മുടെ കയ്യിൽ ഉത്തരവുണ്ട്. അല്ലെങ്കിൽ അവിടെ ഒരു സംശയമേ വരുന്നില്ല. ദേവന്മാരാണോ? ദേവന്മാരുടെ കാര്യം പറയുന്നുണ്ട് 4ാമത്തെ ചാപ്റ്ററിൽ. അദ്ദേഹം പറയുന്നുണ്ട് ദേവാരാധനകളെ കുറിച്ചിട്ട്. എല്ലാ ഭാഗങ്ങളും ക്ലിയർ ചെയ്ത് തരുന്നുണ്ട് ഭഗവാൻ. ഓക്കെ, അടുത്ത ശ്ലോകം. വൃഷ്ണിനാം വാസുദേവോസ്മി പാണ്ഡവാനാം ധനഞ്ജയ മുനീനാമപ്യഹം വ്യാസ കവിനാം ഉശനാ കവിഃ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. വൃഷ്ണീനാം വാസുദേവോസ്മി പാണ്ഡവാനാം ധനഞ്ജയഃ മുനീനാമപ്യഹം വ്യാസ കവീനാമോശനാ കവിഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ.
വൃഷ്ണീനാം വസുദേവോസ്മി പാണ്ഡവാനാം ധനഞ്ജയഃ മുനീനാമപ്യഹം വ്യാസ കവീനാമുശനാ കവിം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണീനാം വാസുദേവോസ്മി പാണ്ഡവാനാം ധനഞ്ജയഃ മുനീനാമപ്യഹം വ്യാസ കവീനാം ഉശനാ കവിഃ. ഹരേ കൃഷ്ണ. हरे कृष्ण प्रभु जी। वृष्णीनां वासुदेवोऽस्मि पाण्डवानां धनञ्जयः मुनीनाम् अप्यहं व्यास कवीनाम् उशना कविः. हरे कृष्ण प्रभु जी। हरे कृष्ण. वृष्णीदेवोऽस्मि पाण्डवानां धनञ्जयः मुनीनामप्यहं व्यास कवीनामुशना कविः. हरे कृष्ण प्रभु जी. हरे कृष्ण प्रभु जी। वृष्णीनां वासुदेवोऽस्मि पाण्डवानां धनञ्जयः मुनीनामप्यहं व्यास कवीनामुशना कविः. हरे कृष्ण. हरे कृष्ण प्रभु जी। ओम नमो भगवते वासुदेवाय। वृष्णीनां वासुदेवोऽस्मि पाण्डवानां धनञ्जयः मुनीनामप्यहं व्यास कवीनामुशना कविः. हरे कृष्ण. थैंक यू प्रभु जी. हरे कृष्ण. हरे कृष्ण. थैंक यू. सो विवर्तनं भावार्थं. ഹരേ കൃഷ്ണ. വിവർത്തനം ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദിക്ക് ജയ്. വൃഷ്ണികുലത്തിൽ വാസുദേവനും പാണ്ഡവരിൽ അർജുനനും മുനികളിൽ വ്യാസനും ചിന്തകരിൽ ഉശനാ കവിയുമാണ് ഞാൻ. ഭാവാർത്ഥം. ആദിപൂമാനായ ഭഗവാനാണ് കൃഷ്ണൻ. ബലരാമൻ കൃഷ്ണന്റെ അടുത്ത രൂപവിസ്തരണവും. കൃഷ്ണനും ബലരാമനും വസുദേവ പുത്രന്മാരായിട്ടാണ് പിറന്നത്. രണ്ടുപേരെയും വസുദേവൻ എന്ന് പറയുന്നതിൽ തെറ്റില്ല. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കൃഷ്ണൻ വൃന്ദാവനം വിട്ടു പോകാറില്ല. അതുകൊണ്ട് മറ്റെവിടെയെങ്കിലും പ്രത്യക്ഷീഭവിക്കുന്നവ ഇദ്ദേഹത്തിന്റെ വിസ്തരണങ്ങളാണെന്ന് പറയാം. കൃഷ്ണന്റെ തൊട്ടടുത്ത രൂപവിസ്തരണമാകയാൽ വസുദേവൻ ബലദേവൻ അഥവാ ബലരാമൻ എത്രേ. എല്ലാ അവതാരങ്ങളുടെയും ആദിമൂലമാകയാൽ അദ്ദേഹമാണ് വസുദേവന്റെ സ്രോതസ്. കൃഷ്ണനെ ഏറ്റവും അടുത്ത ഇത്തരം രൂപവിസ്തരണങ്ങളെ സ്വാംശങ്ങളെന്ന് പറയുന്നു. ഭഗവാന് വിഭിന്ന അംശങ്ങൾ എന്ന വിസ്തരണങ്ങളുമുണ്ട്. പാണ്ഡവരിൽ അർജുനൻ ധനഞ്ജയൻ എന്ന പേരിൽ പ്രശസ്തനാണ്. ഉത്തമ പുരുഷൻ എന്ന നിലയ്ക്ക് അദ്ദേഹം കൃഷ്ണന്റെ പ്രതിനിധിയാണ്. വൈദിക ജ്ഞാനത്തിൽ വേണ്ടത്ര പാണ്ഡിത്യം നേടിയ മുനികളിൽ ശ്രേഷ്ഠൻ. വൈദിക ജ്ഞാനത്തെ ഈ കലിയുഗത്തിൽ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കത്തക്കവണ്ണം വിവിധ രീതികളിൽ അവതരിപ്പിച്ച വ്യാസനാണ്. വ്യാസനും കൃഷ്ണന്റെ അവതാരമായി അറിയപ്പെടുന്നു. അദ്ദേഹവും ഭഗവത് പ്രതിനിധിയാണ്. ഏതു വിഷയത്തെക്കുറിച്ചും അഗാധമായി ചിന്തിച്ചറിയുവാൻ കഴിവുള്ളവരെത്രേ കവികൾ. അവരിൽ അസുരന്മാരുടെ ഗുരുവായ ഉശനസ് അഥവാ ശുക്രാചാര്യരാണ് ഏറ്റവും ബുദ്ധിശാലിയും ദൂരദർശിയുമായ രാജതന്ത്രജ്ഞൻ. അങ്ങനെ ശുക്രാചാര്യർ ഭഗവത് ഐശ്വര്യത്തിന്റെ മറ്റൊരു പ്രതിനിധിയാകുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇവിടെ പറയുന്നു വൃഷ്ണികളിൽ വെച്ച് വൃഷ്ണീനാം വാസുദേവോസ്മി. വാസുദേവ വൃഷ്ണിനാം വൃഷ്ണിമാരിൽ വെച്ച് വൃഷ്ണി ഡൈനാസ്റ്റിയിൽ നോക്കുമ്പോൾ വാസുദേവനാണ് ഞാൻ എന്ന് പറയുന്നു. ഇവിടെ ശീലപ്രഭാജി ഭാവാർത്ഥത്തിൽ ഒരു കാര്യം കൂടെ പറയുന്നു. വാസുദേവൻ എന്ന് പറയുമ്പോൾ കൃഷ്ണനാവാം അല്ലെങ്കിൽ ബലരാമനാവാം. കാര്യം ബലരാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ആദ്യത്തെ എക്സ്പാൻഷനാണ്. അതുമാത്രമല്ല വസുദേവരുടെ പുത്രനും കൂടിയാണ് ബലരാമൻ. വസുദേവരുടെ പുത്രനായതുകൊണ്ടാണ് കൃഷ്ണനെ വാസുദേവൻ എന്ന് വിളിക്കുന്നത്, അല്ലേ? ബലരാമനും അദ്ദേഹം വസുദേവരുടെ പുത്രനായതുകൊണ്ട് അദ്ദേഹവും വാസുദേവൻ തന്നെയാണ്. അതുമാത്രമല്ല ഭഗവാൻ കൃഷ്ണന്റെ ആദ്യത്തെ വിസ്തരണം കൂടിയാണ്. അപ്പോൾ നമ്മുടെ ആചാര്യന്മാരുടെ എക്സ്പ്ലനേഷനാണത്. അപ്പോൾ ഇവിടുത്തെ കാര്യം ഭഗവാൻ ഈ ഒരു വിഭൂതികളിൽ വെച്ച് ഒരു കമ്പാരിസൺ ആണ് പറയുന്നത്, അല്ലെങ്കിൽ ഇന്ന ഇതിൽ വെച്ച് ഞാനാണ് അവര് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വൃഷ്ണിയിൽ വെച്ച് വൃഷ്ണി വംശത്തിൽ നോക്കുമ്പോൾ ബലരാമന്റെ സ്ഥാനം വലിയ സ്ഥാനമാണ്. അപ്പോൾ അദ്ദേഹം അതുകൊണ്ട് പറയുന്നു ഞാനാണ് വാസുദേവൻ. നമ്മുടെ ആചാര്യന്മാർ പറയുന്നു ഇവിടെ ഉദ്ദേശിക്കുന്നത് ബലദേവനെയാണ് അല്ലെങ്കിൽ ബലരാമനെയാണ്. ബിക്കോസ് അദ്ദേഹമാണ് മറ്റുള്ള എല്ലാ അവതാരങ്ങളുടെയും സോഴ്സ്. പിന്നീട് ഫസ്റ്റ് എക്സ്പാൻഷൻ കൃഷ്ണനാണ്, അതിനുശേഷം പിന്നെ എല്ലാ അവതാരങ്ങളും വരുന്നത് പറയുവാണെങ്കിൽ ബലരാമനാണ് റൂട്ട് എന്ന് പറയാം. അതുകൊണ്ട് പിന്നെ പാണ്ഡവരിൽ വെച്ച് അർജുനൻ, നമുക്കറിയാം പഞ്ചപാണ്ഡവരിൽ വെച്ച് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് അർജുനനാണ്. അപ്പോൾ അർജുനനാണ്
പാണ്ഡവരിൽ വെച്ച് ഞാൻ എന്ന് ഭഗവാൻ പറയുന്നു. പിന്നെ അതുപോലെ മുനിമാരിൽ വെച്ച് മുനിമാരിൽ വെച്ച് വ്യാസദേവനാണ് എന്ന് പറയുന്നു. കവികളിൽ വെച്ച് കവീനാം ഉസന കവിഹി. അപ്പോൾ ആരാണ് ഉസന എന്നുള്ളത് ഇവിടെ ഭാവാർത്ഥ ശീല പ്രഭുപാദി പറയുന്നു. എന്ന് പറഞ്ഞാൽ ശുക്രാചാര്യരാണ്. ശുക്രാചാര്യർ ആരായിരുന്നു? ഡീമൺസിന്റെ അല്ലെങ്കിൽ അസുരന്മാരുടെ ഗുരുവാണ് ശുക്രാചാര്യര്. ശുക്രാചാര്യര് സാധാരണ ഒരു വ്യക്തിയല്ല. അദ്ദേഹം ആക്ച്വലി പറയുകയാണെങ്കിൽ ശുക്രാചാര്യര് ഒരുപാട് പാണ്ഡിത്യമുള്ളൊരു വ്യക്തിയായിരുന്നു. വളരെ ബുദ്ധിശാലിയായിരുന്നു. അതേപോലെ തന്നെ മാത്രമല്ല അദ്ദേഹം ഭക്തനും കൂടിയാണ്. അദ്ദേഹം ഒരു റോൾ എടുത്തിരുന്നു, അതായത് ഈ അസുരന്മാരുടെ ഗുരുവായിട്ട് ആ ഒരു റോളായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിലും അദ്ദേഹം ഒരു ഭക്തനാണെന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ വാമനദേവന്റെ അവതാരം കഴിഞ്ഞ് ബലി മഹാരാജന് ഇതെല്ലാം എന്താ പറയുക, ഈ സ്ഥലമെല്ലാം ബലി മഹാരാജ് 3 അടി ചോദിച്ച വാമനദേവന് എല്ലാം കൊടുത്തു അല്ലേ. കൊടുക്കുന്ന സമയത്ത് ശുക്രാചാര്യർ പറഞ്ഞിരുന്നു ഇത് കൊടുക്കരുത്, കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്, കാര്യം ഇത് ചോദിക്കുന്നത് വിഷ്ണുവാണ്, അതുകൊണ്ട് നിനക്ക് എല്ലാം നഷ്ടപ്പെടും, നീ അകിഞ്ചനായി മാറും, ഒന്നുമില്ലാത്തൊരു വ്യക്തിയായി മാറും എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ ബലി മഹാരാജ് അത് കേൾക്കാതെ അദ്ദേഹം അത് കൊടുത്തു, നമുക്കറിയാം. അതിനുശേഷം പിന്നെ സംഭവിക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത് 8ാമത്തെ സ്കന്ധത്തിൽ വരുന്ന ലീലയാണ് ഇത്. ബലി മഹാരാജ് എല്ലാം കൊടുക്കുന്നതും ഭഗവാനെ പൂർണ്ണമായി ശരണം പ്രാപിക്കുന്നതും ഭഗവാൻ സുതളം എന്ന് പറയുന്ന ആ പ്ലാനറ്റ് ബലി മഹാരാജന് കൊടുക്കുന്നതും, അതിൻ്റെ ഇടയിൽ പ്രഹ്ലാദ മഹാരാജ് അവിടെ വരുന്നുണ്ട്. അതായത് ബലി മഹാരാജിന്റെ മുത്തശ്ശനാണ്. പ്രഹ്ലാദ മഹാരാജും കൂടെ വന്ന് പ്രഹ്ലാദ മഹാരാജിനോടും പറയും, ഭഗവാൻ പറയും സൂത്രത്തിലേക്ക് പൊക്കോളാൻ. ഇവരെല്ലാവരും സൂത്രത്തിൽ പോയിട്ട് പറയും, സൂത്രത്തിൽ പോയി അവിടെ ഞാൻ പ്രൊട്ടക്ഷനുണ്ട്, ഞാനുണ്ട് കൂടെ നിങ്ങളുടെ, ഞാൻ നിങ്ങൾക്ക് കാവൽക്കാരനായിട്ട് അവിടെ ഉണ്ടാവും നിങ്ങളുടെ കൂടെ, എപ്പോഴും എന്നെ കാണാം. അത് മാത്രമല്ല അദ്ദേഹം പറയുന്നു സുതളം എന്ന് പറയുന്ന ആ ഒരു പ്ലാനറ്റ് ഈവൻ ദേവന്മാർ പോലും ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് എന്നാണ് പറയുന്നത്. കാര്യം മെറ്റീരിയൽ ഓപ്പുലൻസ് നോക്കുമ്പോൾ സ്വർഗത്തേക്കാൾ കൂടുതൽ ഓപ്പുലൻസ് ഉണ്ട് ഭഗവാൻ പറയുന്നു സുതളത്തില്. അതുകൊണ്ട് പിന്നെ അത് മാത്രമല്ല സ്പെഷ്യാലിറ്റി വേറെ ഒന്നുമല്ല, കാര്യം ഭഗവാൻ പറയുന്നു ഞാനും കൂടെ അവിടെയുണ്ട്, ഞാനും അവിടെ പ്രസന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ ഒരിക്കലും ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ഈ പറയുന്ന ഭൗതികമായിട്ടുള്ള കുറെ സുഖ സൗകര്യങ്ങളുള്ള ഒരു ആയതുകൊണ്ട് എന്നെ മറക്കും എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വേണ്ട. ബലി മഹാരാജനോടും പ്രഹ്ലാദനോടും പറയുന്നതാണ്. അതുകൊണ്ട് ഞാൻ അവിടെ ഉള്ളത് കൊണ്ട് ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. സോ നിങ്ങൾക്ക് ഒന്നും കൊണ്ടും വറി ചെയ്യേണ്ട ആവശ്യമില്ല. അറ്റ് ദ സെയിം ടൈം എല്ലാം വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് അവിടെ ജീവിക്കാനും സാധിക്കുന്നു. നിങ്ങളുടെ കൂടെ ഞാനുണ്ട്, ഞാൻ കാവൽക്കാരനായിട്ടുണ്ട്, ആരും ഒരാൾ പോലും നിങ്ങളെ വന്ന് അവിടെ ഉപദ്രവിക്കാൻ പോകുന്നില്ല, ഞാനാണ് പ്രൊട്ടക്ഷൻ നിൽക്കുന്നത് എന്നുള്ള വാക്കാണ് കൊടുക്കുന്നത് ഭഗവാൻ. ആലോചിച്ച് നോക്കൂ, എത്ര വലിയൊരു അനുഗ്രഹമാണ് അവർക്ക് കിട്ടിയത്. ഭഗവാൻ പറയുവാണ് ഞാൻ കാവൽ നിൽക്കാമെന്ന്. ബലി മഹാരാജ് അങ്ങനെയുള്ളൊരു ഭക്തനായതുകൊണ്ട് ബലി മഹാരാജും പ്രഹ്ലാദ മഹാരാജും രണ്ടും ഭഗവാന് പ്രിയപ്പെട്ടതാണ്. പ്രഹ്ലാദനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, ഭഗവാനെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനാണ്. ആ വംശത്തില് അദ്ദേഹത്തിന്റെ മകന്റെ മകനായിട്ടുള്ള ബലി മഹാരാജിനോടും അദ്ദേഹത്തിന് അതേ സ്നേഹമായിരുന്നു. കാര്യം ബലി മഹാരാജ് എല്ലാം വിട്ടുകൊടുത്തു അല്ലെ, ഒന്നും ആലോചിച്ചില്ല. ആ സമയത്ത് ശുക്രാചാര്യര് അദ്ദേഹത്തോട് പറഞ്ഞു ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടും ഗുരു പറഞ്ഞതിനെ അവഗണിച്ചുകൊണ്ട് അദ്ദേഹം ഭഗവാനെല്ലാം കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാര്യം അവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഗുരു ഭഗവാൻ വന്ന് ചോദിച്ചപ്പോൾ ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് യജ്ഞം ചെയ്യുന്നത്. ആ യജ്ഞം ചെയ്യുന്ന സമയത്താണ് ബ്രാഹ്മണനായിട്ട് വാമനദേവൻ വന്ന് ചോദിക്കുന്നത്. അപ്പൊ യജ്ഞപുരുഷനായിട്ടുള്ള ഭഗവാൻ ആണ് ഇത് എന്ന് ശുക്രാചാര്യർ മെൻഷൻ ചെയ്യും. അപ്പോൾ ബലി മഹാരാജന്റെ സംശയം, ബലി മഹാരാജ് പറഞ്ഞു നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് യജ്ഞപുരുഷനെ സന്തോഷിപ്പിക്കാനാണ്. അദ്ദേഹം നേരിട്ട് വന്ന ഒരു കാര്യം ചോദിക്കുമ്പോൾ നമുക്ക് കൊടുക്കുന്നതല്ലേ ശരി, അങ്ങനെയല്ലേ ചെയ്യേണ്ടത്.
കൊടുക്കാതിരിക്കാൻ നമ്മൾ എന്തിന് അത് മറച്ചു വെക്കണം, അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് അതിന് കൊടുക്കാതിരിക്കണം എന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അപ്പോൾ ഭാഗവത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ശുക്രാചാര്യർ ഇങ്ങനെ പറയും ചെയ്യരുതെന്ന് പറയും, പക്ഷെ ബലി മഹാരാജ് ഒരു നിമിഷം അല്ലെങ്കിൽ കുറച്ച് സമയം അദ്ദേഹം ഒന്ന് ചിന്തിച്ചു. കറക്റ്റായിട്ട് ഭാഗവത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹം ഒന്ന് ശുക്രാചാര്യർ പറഞ്ഞതിന് ശേഷം ഉടനെ ആക്ഷൻ എടുത്തില്ല. അദ്ദേഹം ഒന്ന് ചിന്തിച്ച് എന്താണ് ശരി എന്ന് അദ്ദേഹം ചിന്തിച്ചു. ചിന്തിച്ചതിന് ശേഷം അദ്ദേഹത്തിന് മനസ്സിലായി ശുക്രാചാര്യർ പറയുന്നത് അതിനേക്കാൾ ഉത്തമമായിട്ടുള്ള തീരുമാനം ഭഗവാന് കൊടുക്കുന്നത് തന്നെയാണെന്ന് അദ്ദേഹം തീരുമാനിച്ച് അദ്ദേഹം ഒരു ഡിസിഷൻ എടുത്ത് ചെയ്യുന്നത് ആക്ച്വലി. അപ്പോഴാണ് പിന്നെ ശുക്രാചാര്യർ ശപിക്കുന്നതും കാര്യങ്ങളൊക്കെ, നിനക്ക് എല്ലാം നഷ്ടപ്പെടും എന്ന് പറഞ്ഞു. പക്ഷേ ആ ഒരു ശാപം എന്തായി, എല്ലാം നഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ ശരി, ആ സമയത്ത് ബലി മഹാരാജിനുണ്ടായിരുന്ന എല്ലാം പോകും. പക്ഷെ അദ്ദേഹത്തിന് അതിനും വലിയ ധനമാണ് കിട്ടുന്നത്, ഭഗവാനെ കിട്ടുന്നു. ഭഗവാൻ പറയുന്നു ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് ഉറപ്പ് കൊടുത്തിരിക്കുകയാണ്. ഭഗവാന്റെ അനുഗ്രഹം പൂർണ്ണമായിട്ടും ബലി മഹാരാജിന് കിട്ടുവാണ്. അപ്പൊ അതിനും വലിയ ധനം വേറെ എന്താണ്. അപ്പോൾ ഈ ഒരു സെക്ഷൻ ഞാൻ എന്തുകൊണ്ട് ഇത് പറഞ്ഞു എന്ന് വെച്ചാൽ, ഈ ഒരു സെക്ഷനിൽ ഇവിടെ ഭഗവത്ഗീതയിൽ ഈ ശ്ലോകത്തിൽ പറയുന്നു, കവിമാരിൽ വെച്ച് ഞാൻ ശുക്രാചാര്യരാണെന്ന് പറയുന്നത് ശുക്രാചാര്യരുടെ പൊസിഷനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. സോ അദ്ദേഹത്തിന് സാധാരണ ഒരു വ്യക്തിയായിട്ട്, ഒരു അസുരന്റെ ഗുരു എന്നുള്ള രീതിയിൽ മാത്രം നമ്മളൊരു നെഗറ്റീവ് ഒരു ക്യാരക്ടറായിട്ട് മാത്രം കണ്ടാൽ പോരാ എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം സുത്തളത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവരെ പറഞ്ഞയക്കുന്നു. ആ സമയത്ത് ശുക്രാചാര്യരോട് ഭഗവാൻ ഒരു നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. എന്താണ് പറയുന്നത് വെച്ചാല്, ശുക്രാചാര്യർ പറയുന്നു ബലി മഹാരാജ് യജ്ഞം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. യജ്ഞം ചെയ്തത് പകുതിയിൽ വെച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് വാമനദേവൻ വരുന്നതൊക്കെ. ശുക്രാചാര്യരോട് ഇദ്ദേഹം പറയും, ബലി എവിടെയാണോ യജ്ഞം നിർത്തിയിട്ടുള്ളത് ഇനി ബാക്കിയുള്ളത് നിങ്ങൾ ചെയ്യാൻ പറയും. അതായത് ശുക്രാചാര്യോട് പറയും യു ഹാവ് ടു ഡു ഇറ്റ്, യു ഡു ഇറ്റ് എന്ന് പറയും. എന്തൊക്കെയാണ് കുറവുകൾ ഉണ്ടായിരുന്നത് ബലി മഹാരാജ് ചെയ്യുന്ന സമയത്ത് അതെല്ലാം നികത്തി പ്ലീസ് കണ്ടിന്യൂ, ആ യജ്ഞം കംപ്ലീറ്റ് ചെയ്യാൻ പറയും. ആ സമയത്ത് ശുക്രാചാര്യർ 2-3 ശ്ലോകങ്ങൾ പറയുന്നുണ്ട് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്കറിയാം ശുക്രാചാര്യരുടെ ഒരു പൊസിഷൻ. അതിലൊരു ശ്ലോകം ഇങ്ങനെയാണ്, അതിമനോഹരമായിട്ടുള്ള ശ്ലോകം. മന്ത്രതസ്തന്ത്രതശ്ചിദ്രം ദേശകാലാർഹ വസ്തുതഃ സർവം കരോതി നിശ്ചിദ്രം അനുസങ്കീർത്തനം തവ. മന്ത്രതസ്തന്ത്രതശ്ചിദ്രം ദേശകാലാർഹ വസ്തുതഃ സർവം കരോതി നിശ്ചിദ്രം അനുസങ്കീർത്തനം തവ. പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ശുക്രാചാര്യ പറയുവാണ് ഭഗവാനോട്, ഓ ഭഗവാനെ, ഓ കൃഷ്ണ, ഓ വിഷ്ണു, നാരായണ, മന്ത്രങ്ങള് എന്ന് പറഞ്ഞാൽ എന്താണ്? വേദമന്ത്രങ്ങൾ. വേദമന്ത്രങ്ങൾ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രൊനൗൺസിയേഷനൊക്കെ പറയുന്നുണ്ട്. അതായത് ആ പ്രോപ്പറായിട്ട് പ്രൊനൗൺസ് ചെയ്യണം. ആ പ്രോപ്പറായിട്ട് പ്രൊനൗൺസ് ചെയ്യുമ്പോഴാണ് അതിന് എഫക്റ്റ് ഉണ്ടാവുന്നത് മന്ത്രങ്ങൾക്ക്. അപ്പോൾ ശരിയായിട്ടുള്ള രീതിയിൽ അത് പ്രൊനൗൺസ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന് എഫക്റ്റ് പോകും. അതേപോലെ തന്നെ തന്ത്രം, മന്ത്രമാണ് തന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ഒരുപാട് ക്രിയകൾ, ഈ യജ്ഞവും പൂജകളും ഒക്കെ സംബന്ധിച്ചുള്ള ക്രിയകളെ തന്ത്രം എന്ന് പറയുന്നു. ഇതെല്ലാം ശാസ്ത്രങ്ങളിൽ പറഞ്ഞത്. ഇതെല്ലാം പ്രോപ്പറായിട്ട് വേദങ്ങളിൽ പറയുന്നത് അനുസരിച്ചിട്ട് ചെയ്യുമ്പോഴാണ് അതിന് റിസൾട്ട് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ചെയ്യുന്ന വ്യക്തിക്കും ക്വാളിഫിക്കേഷൻ വേണം. അപ്പോൾ ഇതൊക്കെ ക്രൈറ്റീരിയാസ് ആണ് അത് സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ശ്ലോകത്തില് ശുക്രാചാര്യ പറയാണ് മന്ത്രതസ് തന്ത്രതസ് ഛിദ്രം, അതായത് മന്ത്രങ്ങൾ പ്രൊനൗൺസ് ചെയ്യുന്നതിൽ എന്തെങ്കിലും കുറവുകളോ അല്ലെങ്കിൽ തന്ത്രങ്ങൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും കുറവുകളോ എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസി ഉണ്ടാവുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദേശകാലാർഹ വസ്തുതഃ, ദേശം ശരിയല്ല, അല്ലെങ്കിൽ ചെയ്യുന്ന ആ ഒരു യജ്ഞം അല്ലെങ്കിൽ ആ ഒരു സാക്രിഫൈസ് ചെയ്യുന്ന സ്ഥലം ശരിയല്ല, കാലം ശരിയല്ല, സമയം ശരിയല്ല, ഇനി വസ്തുതഃ അതിന് വേണ്ടിയിട്ടുള്ള ഉപയോഗിക്കുന്ന സാധനങ്ങൾ, വസ്തുക്കൾ, സാമഗ്രികളും അതിനും എന്തെങ്കിലും കുറവുകളുണ്ട്. അപ്പൊ ദേശത്തിന് പ്രശ്നമുണ്ട്,
കാലം ശരിയല്ലാത്തൊരു സമയമാണ്, ഉപയോഗിക്കുന്ന വസ്തുക്കൾക്കും എന്തെങ്കിലും കുറവുകളുണ്ട്, മന്ത്രങ്ങളുടെ പ്രൊണൗൺസിയേഷനും ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ചെയ്യുന്ന തന്ത്രങ്ങളും പ്രോപ്പർ ആവുന്നില്ല, എന്തെങ്കിലും അതിൽ പോരായ്മകൾ ഉണ്ടെങ്കിലും സർവം കരോതി നിശ്ചിദ്രം അനുസങ്കീർത്തനം തവ. അപ്പൊ ഇതൊക്കെ ഉണ്ടായിക്കോട്ടെ, എന്തൊക്കെ കുറവുകൾ ഉണ്ടായിക്കോട്ടെ, അതൊരു വിഷയമല്ല. അങ്ങയുടെ നാമം അനുസങ്കീർത്തനം തവ, അങ്ങയുടെ തിരുനാമം ജപിച്ചാൽ മതി. അതിന്റെ കൂട്ടത്തിൽ എല്ലാവിധ ഛിദ്രമായിട്ടുള്ള എല്ലാവിധ കുറവുകളും പോരായ്മകളും ഒക്കെ മാറിപ്പോവും എന്നാണ് പറയുന്നത്. സോ ഇത് പറയുന്നത്, അതിമനോഹരമായിട്ടുള്ള ശ്ലോകം പറയുന്നത് ശുക്രാചാര്യരാണ്. നാമത്തിന്റെ മഹാത്മ്യം, ഭഗവാന്റെ തിരുനാമത്തിന്റെ മഹാത്മ്യം ഇവിടെ പറയുന്ന ശുക്രാചാര്യരാണ്. അദ്ദേഹം പറയുന്നു സർവം കരോതി നിശ്ചിത്രം, എല്ലാവിധ കുറവുകളും പോരായ്മകളും ഒക്കെ മാറുന്നു ഭഗവാന്റെ തിരുനാമം അതിൽ ജപിച്ച ഭഗവാന്റെ നാമത്തിലൂടെ, സങ്കീർത്തനത്തിലൂടെ ഇതെല്ലാം പോകുന്നു. അതാണ് ശക്തി, അതാണ് നാമത്തിന്റെ ശക്തി. അപ്പോൾ ഇത് ഈ മനോഹരമായ ശ്ലോകം പറഞ്ഞ ശുക്രാചാര്യരാണ്. ശുക്രാചാര്യരെ കുറിച്ച് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നതാണ്. അപ്പോൾ ഇതാണ് മന്ത്രത്തിന്, ആക്ച്വലി നാമത്തിന്റെ ശക്തി. ശീല പ്രഭുപാദ് വൃന്ദാവനത്തിലെ അമ്പലത്തിലെ വൃന്ദാവനം കൃഷ്ണ ബലറാം അമ്പലത്തിലെ DT ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം അവിടെയുള്ള വൃന്ദാവനത്തിലുള്ള ഒരുപാട് ബ്രാഹ്മണരെ വിളിച്ചു. അതായത് ഈ മന്ത്രങ്ങളും തന്ത്രങ്ങളൊക്കെ അറിയുന്ന ബ്രാഹ്മണരെ വിളിച്ച് ആണ് അവിടെ ശ്രീമൂർത്തി വിഗ്രഹം ഇൻസ്റ്റാൾ ചെയ്യുന്നത്, പ്രതിഷ്ഠ നടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് പ്രഭുപാദിന്റെ കുറച്ച് ഡിസൈപ്പിൾസ് പ്രഭുപാദിനോട് ചോദിച്ചു, ശീലപ്രഭുജി അങ്ങ് എപ്പോഴും പറയാറുള്ളതാണ്, ആക്ച്വലി ബാക്കിയുള്ള എന്ത് പ്രോസസ് ആണെങ്കിലും വേദമന്ത്രങ്ങളും അതിനേക്കാളൊക്കെ പവർഫുൾ ആണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം. കാര്യം കലിയുഗത്തിലെ ഏറ്റവും ശക്തിയുള്ളതാണ് നാമം. നാമത്തിലൂടെ, നാമം മാത്രം മതി ആക്ച്വലി എന്നൊക്കെ അങ്ങ് എപ്പോഴും പറയാറുള്ളതാണ്. മന്ത്രങ്ങളും തന്ത്രങ്ങളും ഒക്കെ നമ്മൾ ചിലപ്പോൾ ചെയ്യുമ്പോൾ അതിൽ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് അങ്ങ് പറയാറുള്ളതാണ് എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ശീലപ്രഭാജി പറയുന്നു, അവരോട് പറഞ്ഞു ആ സമയത്ത് ഇതേ കാര്യം, അതായത് മന്ത്രങ്ങളിലും തന്ത്രങ്ങളിലും ഒക്കെ കുറവുകൾ ഉണ്ടായിക്കോട്ടെ, ചെയ്യുന്ന ആളുടെ ക്വാളിഫിക്കേഷനും നമുക്ക് വിഷയമല്ല. നമ്മൾ കൂട്ടത്തിൽ നാമം ജപിക്കുന്നുണ്ടോ? കാര്യം ആ ഇൻസ്റ്റലേഷൻ നടക്കുമ്പോൾ ഫുൾ ടൈം കീർത്തനം നടക്കുന്നുണ്ടായിരുന്നു, ഹരേ കൃഷ്ണ കീർത്തനം. ഇവിടെ പൂജകൾ നടക്കുന്നു, പുറത്ത് കീർത്തനം. പുറത്ത്, അതായത് പുറത്തുനിന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ പൂജകളും യജ്ഞങ്ങളും നടക്കുന്നുണ്ട്, കൂട്ടത്തിൽ കീർത്തനമായിരുന്നു, അതിഗംഭീര കീർത്തനമായിരുന്നു, നിർത്താത്ത നോൺ സ്റ്റോപ്പ് കീർത്തനം. ശിലപ്രഭാത് പറഞ്ഞു എല്ലാ കുറവുകളും ഇതിലൂടെ, കീർത്തനത്തിലൂടെ അവസാനിക്കും, എല്ലാ കുറവുകളും നികത്തും എന്ന് അദ്ദേഹം പറഞ്ഞു. വേറൊരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞു, ശരിക്ക് പറയുകയാണെങ്കിൽ ഈ പറയുന്ന മന്ത്രം തന്ത്രങ്ങളുടെയും ബാക്കി കാര്യങ്ങളുടെയും ഉപചാരങ്ങളുടെയും ആവശ്യമില്ല, വെറും ഹരേ കൃഷ്ണ മഹാമന്ത്രം മാത്രം മതി ശ്രീമൂർത്തി വിഗ്രഹത്തെ അവിടെ സ്ഥാപിക്കാൻ, അല്ലാതെ വേറെ ഒന്നിന്റെ ആവശ്യമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഞാനത് ചെയ്യുന്നത് വേറെ ഒന്നുകൊണ്ടുമല്ല, ഇത് വൃന്ദാവനമായതുകൊണ്ട് ഒരുപാട് ബ്രാഹ്മണരുണ്ട്, ഇത് വളരെ പുണ്യമായിട്ടുള്ള സ്ഥലമാണ്, ഒരുപാട് സമ്പ്രദായത്തിലുള്ള ആളുകളുമുണ്ട്. അപ്പോൾ ഇവിടെ ഈ ലോക്കൽ ആയിട്ടുള്ള ബ്രാഹ്മണർക്കൊക്കെ അവർക്ക് ഇവിടെ ഒരു അമ്പലത്തില് അവരുടെ, അല്ലെങ്കിൽ നമ്മുടെ രീതിയിൽ ചെയ്യുമ്പോൾ, നമ്മുടെ രീതിയിൽ മാത്രം ചെയ്യുമ്പോൾ പിന്നെ അവർക്ക് ഈ ഒരു അമ്പലം ശരിയായിട്ടുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു വിഗ്രഹങ്ങൾ സ്ഥാപിച്ചിട്ടില്ല എന്നുള്ളൊരു തോന്നൽ അവർക്ക് വരും. അപ്പം അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ലോക്കൽ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആവശ്യമാണ്, എല്ലാ ബ്രാഹ്മണരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. സോ അതുകൊണ്ട് അവരെ നമ്മൾ വിളിച്ചു, അവര് വരിഷ്ഠരായിട്ടുള്ളവരാണ്, അവരെ ഈ കാര്യം ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ളവരാണ്, അവർ ചെയ്യട്ടെ. അപ്പോൾ അവർ ചെയ്യുമ്പോൾ അവർ ചെയ്യുന്ന പ്രോസസ്സിൽ അവർക്ക് വിശ്വാസമുണ്ട്. പിന്നെ ആ അമ്പലം അവര് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള DTs ആണെന്ന് പറയുമ്പോൾ എല്ലാവരും അംഗീകരിക്കുകയും ചെയ്യും. ലോക്കൽ സപ്പോർട്ട്, ലോക്കലി ഉള്ള ആളുകളൊക്കെ അതിനെ അംഗീകരിക്കുകയും ചെയ്യും. കൂട്ടത്തിൽ അതിലെ കുറവുകളും പോരായ്മകളും ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഹരേ കൃഷ്ണ മഹാമന്ത്ര കീർത്തനം കൂടെ ചെയ്താൽ എല്ലാം സക്സസ് ആയി എന്ന്, സക്സസ് ആവുമെന്ന് അദ്ദേഹം പറഞ്ഞു. സോ അതാണ് ഇവിടെ ഓർത്തത്. അപ്പോൾ ഇവിടെ പറയുന്നു കവിനാം ഉഷനാ കവിഹി. ശുക്രാചാര്യരെ നമ്മൾ സാധാരണ ഒരു ദുഷ്ടനായിട്ട്
മനസ്സിൽ വേണ്ട. ഈ ശ്ലോകം ഓർത്താൽ മതി. മന്ത്രതസ്തന്ത്രതശ്ചിദ്രം ദേശകാലാർഹ വസ്തുതഃ സർവം കരോതി നിശ്ചിദ്രം അനുസങ്കീർത്തനം നവ. ഓ, ഭഗവാന്റെ സങ്കീർത്തനത്തെക്കുറിച്ച്, നാമത്തെക്കുറിച്ച് നാമത്തെ അദ്ദേഹം ഗ്ലോറിഫൈ ചെയ്യുന്നു. ഓക്കെ, അടുത്ത ശ്ലോകം. ദണ്ഡോദമയതാം അസ്മി നീതിർ അസ്മി ജിഗീഷതാം മൗനം ചൈവാസ്മി ഗുഹ്യാനാം ജ്ഞാനം ജ്ഞാനാവതം അഹം. ജ്ഞാനം ജ്ഞാനാവതാമഹം. സോറി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതി വാസുദേവായ. ദണ്ഡോദമയതാമസ്മി നീതിരസ്മി ജിഗീഷതാം മൗനം ചൈവാസ്മി ഗുഹ്യാനാം ജ്ഞാനം ജ്ഞാനവതാമഹം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദണ്ഡോദമയതാമസ്മി നീതിരസ്മി ജിഗീഷിതാം മൗനം ചൈവാസ്മി ഗുഹ്യാനാം ജ്ഞാനം ജ്ഞാനവതാമഹം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദണ്ഡോ ദമയതാമസ്മി നീതിരസ്മി ജിഗീഷതാം മൗനം ചൈവാസ്മി ഗുഹ്യാനാം ജ്ഞാനം ജ്ഞാനവതാമഹം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ദണ്ഡോ ദമയതാമസ്മി നീതിരസ്മി ജിഗീഷിത മൗനം ചൈവാസ്മി ഗുഹ്യാനാം ജ്ഞാനം ജ്ഞാനാവതാമഹം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ദണ്ഡോ ദമയതാമസ്മി നീതിരസ്മി ജിഗീഷതാം മൗനം ചൈവാസ്മി ഗുഹ്യാനാം ജ്ഞാനം ജ്ഞാനവതാമഹം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ദണ്ഡോദമേദ അസ്മി നീതി അസ്മി ജിഗീഷതാം മൗനം ചൈവാസി ഗുഹ്യാനാം ജ്ഞാനം ജ്ഞാനവതാം അഹം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി. ദണ്ഡോ ദമയതാമസ്മി നീതിരസ്മി ജിഗീഷതാം മൗനം ചൈവാസ്മി ഗുഹ്യാനാം ജ്ഞാനം ജ്ഞാനവതാമഹം. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിക്കും ആരെങ്കിലും ഒരാൾ. ഹരേ കൃഷ്ണ. വായിക്കട്ടെ പ്രഭു. വർത്തമാൻ ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭാത്. ശ്രീല പ്രഭാത് കി ജയ്. നിയമരാഹിത്യങ്ങളെ അടിച്ചമർത്തുന്ന പദ്ധതികളിൽ ദണ്ഡം, ശിക്ഷ, വിജയം കാക്ഷിക്കുന്നവരുടെ നീതി എന്നിവയും ഗോപ്യങ്ങളിൽ മൗനവും ജ്ഞാനികളുടെ ജ്ഞാനവും ഞാനാണ്. ഭാവാർത്ഥം. ദുഷ്കൃതികളെ അടിച്ചമർത്തുന്ന വിവിധ ഉപാധികളുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനം ദണ്ഡനത്തിനാണ്. അധർമ്മികൾക്കെതിരെയുള്ള ശിക്ഷാ നിർവഹണം കൃഷ്ണനെ പ്രതിനിധീകരിക്കുന്നു. പ്രവർത്തനങ്ങൾക്ക് വിജയമിച്ഛിക്കുന്നവരിൽ നീതിക്കാണ് പ്രാധാന്യം. ശ്രവണം, മനനം, ധ്യാനം എന്നീ അതിരഹസ്യമായ സ്വകാര്യങ്ങളിൽ ശ്രേഷ്ഠത മൗനത്തിനാണ്. മൗനം കൊണ്ട് അതിവേഗം പുരോഗമിക്കാം. ഭൗതിക പദാർത്ഥത്തിനും ആത്മാവിനും തമ്മിലുള്ള, അതായത് ഈശ്വരന്റെ ഉത്തമ അധമ പ്രകൃതികൾക്കു തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് അറിയുന്നവനത്രേ ജ്ഞാനി. ആ ജ്ഞാനം കൃഷ്ണൻ തന്നെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോൾ പണിഷ്മെന്റിൽ വെച്ചിട്ട് ഭഗവാൻ പറയുന്നു, അതായത് നിയമങ്ങളെയൊക്കെ ഫോളോ ചെയ്യാതെ വരുന്ന ഒരു അവസ്ഥയിൽ പണിഷ്മെന്റ് കൊടുക്കണം. അപ്പോൾ ആ ദണ്ഡനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ പറയുന്നു അത് ഞാനാണ് എന്ന് പറയുന്നു. കാര്യം അധർമ്മത്തിനെതിരെയുള്ള ദണ്ഡനത്തെക്കുറിച്ചാണ്, പണിഷ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത് ആക്ച്വലി. അതേപോലെ വിക്ടറി അല്ലെങ്കിൽ വിജയത്തിലെ ആ നീതി എന്ന് പറയുന്നത് ഞാനാണ്. കാര്യം വിജയത്തിന് ഒരു നീതി ഉണ്ടാവും, നീതി ന്യായം നമ്മൾ പറയുന്ന അത് ഭഗവാനാണെന്ന് പറയുന്നു. പിന്നെ പറയുന്നു സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങളിൽ, അതായത് ഇവിടെ ശീലപ്രഭാജി പറയുന്ന ഭാവത്തിൽ പറയുന്നു ശ്രവണം, മനനം, അതേപോലെ മെഡിറ്റേഷൻ, ഓക്കെ, ഇതെല്ലാം അതിൽ വെച്ച് മൗനം എന്ന് പറയുന്നത് ഭഗവാൻ പറയുന്നു ഞാനാണ്. അതേപോലെ ബുദ്ധിയുള്ളവരിൽ അല്ലെങ്കിൽ ബുദ്ധിയുള്ളവരിൽ വെച്ച് നോക്കുവാണെങ്കിൽ ഭൗതികമായിട്ടുള്ളതിനെയും ആത്മീയമായിട്ടുള്ളതിനെയും വേർതിരിച്ചറിയാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ബുദ്ധിമാൻ. അത് ആ ഒരു അങ്ങനെയുള്ള ആളുകൾ എന്ന് പറയുന്നത് ഭഗവാൻ പറയുന്നു എന്നെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറയുന്നത്, തിരിച്ചറിയുന്ന ആളുകളെ കുറിച്ച്. അപ്പോൾ ഇവിടെ എടുത്തു പറയാൻ വേണ്ടിയിട്ട് ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു പോയിന്റ് ഓർക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ സൈലൻസിനെ കുറിച്ച്, മൗനത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. ഇപ്പം മൗനം എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ്സ് വലിയൊരു തപസ്യയാണ് മൗനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക്
പലവർക്കും ഇത് എന്താ പറയുന്ന മൗനം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാവൊന്ന് അടക്കി പിടിച്ച് ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ആളുകൾക്ക്. സംസാരിച്ച് ശീലമായിട്ട് കുറച്ചു നേരം പോലും മിണ്ടാതിരിക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ ശീല രൂപഗോസ്വാമി അതുകൊണ്ട് ഉപദേശാമൃതത്തിൽ ആദ്യം പറയുന്നു വാചോവേഗം, വാക്കുകളെ നിയന്ത്രിക്കാൻ പഠിക്കുക, വാക്കിനെ നിയന്ത്രിക്കുക, നാവിനെ നിയന്ത്രിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മൗനി അല്ലെങ്കിൽ ഒരു വൈഷ്ണവൻ, ഒരു ഭക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കള എന്ന് പറഞ്ഞ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്ന ഒരു സ്വഭാവം ആയിരിക്കരുത്. മൗനം എന്ന് ഉദ്ദേശിക്കുന്നത് മൗനം എന്ന് ഉദ്ദേശിക്കുന്നത് മൗനവ്രതം എടുത്ത് 6 മാസം മിണ്ടാതിരിക്കുക എന്നുള്ളതല്ല. വർഷത്തിൽ 6 മാസം മിണ്ടാതിരിക്കുക, 6 മാസം സംസാരിക്കും, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന ആളുകളുമുണ്ട്. വരിഷ്ഠരായിട്ടുള്ള ഭക്തരിൽ ചിലവരും അങ്ങനെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ അതൊക്കെ സാധാരണ ആളുകൾക്ക് സാധിക്കില്ല. മൗനം എന്ന് പറയുന്നത് എന്താണ്? ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ പറയാതിരുന്ന് ഭഗവാനെ കുറിച്ച് പറയുവാൻ മാത്രം നമ്മൾ നാവിനെ ഉപയോഗിക്കുക. ഭഗവാന്റെ നാമം മാത്രം ചൊല്ലാൻ നാവിനെ ഉപയോഗിക്കുക. ഭഗവാന്റെ പ്രസാദം മാത്രം കഴിക്കാൻ നാവിനെ ഉപയോഗിക്കുക. ഭഗവാന്റെ ഭക്തരെ സ്തുതിക്കാൻ വേണ്ടി മാത്രം നാവിനെ ഉപയോഗിക്കുക. ഭഗവാനെ കുറിച്ച് ചർച്ച ചെയ്യാൻ നാവിനെ ഉപയോഗിക്കുക. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ഭഗവത് സേവനങ്ങൾക്ക് വേണ്ടി നാവ് ഉപയോഗിക്കുക. ഇങ്ങനെയാവുമ്പോൾ പ്രജൽപ്പം, മറ്റുള്ള ആളുകളുടെ കുറ്റങ്ങൾ കണ്ടെത്തുക, കുറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക, ഇതൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. നാവ് ഉപയോഗിച്ച് ഇതേ നാവ് ഉപയോഗിച്ചിട്ടാണ് നമ്മളതും ചെയ്യുന്നത്. ഭഗവാന്റെ നാമം ജപിക്കുന്ന നാവ് തന്നെ, ഭഗവാന്റെ പ്രസാദം കഴിക്കുന്ന അതേ നാവ് തന്നെ ഉപയോഗിച്ചിട്ടാണ് ക്രിട്ടിസൈസ് ചെയ്യുന്നത് മറ്റുള്ളവരെ. മറ്റുള്ളവരെ കുറിച്ച് കുറ്റങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരോട് വേറെ ആൾക്കാരോട് പറയുന്നു, അവരെങ്ങനെ അനാവശ്യമാണ് ഇതൊക്കെ. ഇതൊന്നും ഒരു ഡിവോട്ടി, ഒരു ഭക്തനെ സംബന്ധിച്ച് ഉണ്ടാവേണ്ട സ്വഭാവങ്ങളല്ല. ഭക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യത്തിന് സംസാരിക്കുക, അതും സംസാരിക്കുന്ന കാര്യം ഭഗവാനെ കുറിച്ച് മാത്രം, അനാവശ്യ ഡിസ്കഷൻ അല്ല. സോ അതുകൊണ്ടാണ് ശീല രൂപഗോസ്വാമി ആ ശ്ലോകത്തിൽ ആദ്യം വാചോവേഗം എന്ന് പറയുന്നത് ഫസ്റ്റ് കൺട്രോൾ ചെയ്യേണ്ടത് നാവിനെയാണെന്നുള്ളത്. നാവ് ഉപയോഗിക്കുന്നത് എങ്ങനെ ഇനി സംസാരിക്കുന്ന കാര്യമാണെങ്കിലും ആവശ്യമില്ലാതെ സംസാരിക്കരുതെന്ന് നമ്മൾ പറയുന്നു. സംസാരിക്കുന്നതും അതും പൊളൈറ്റായിട്ട്, അതും പ്രോപ്പറായിട്ടുള്ള രീതിയിലായിരിക്കണം സംസാരിക്കുന്നത്. നാവ് ഉപയോഗിച്ച് ആരെയും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ, ആരെയും നമ്മൾ പ്രകോപിപ്പിക്കാത്ത രീതിയിൽ ഒക്കെ ആയിരിക്കണം സംസാരിക്കുന്നത്. സെൻസിറ്റിവിറ്റി മനസ്സിൽ കണ്ടുകൊണ്ട് ഇത് ഞാനിങ്ങനെ പറയുമ്പോൾ അത് മറ്റുള്ളവർക്ക് വിഷമമാവുമോ എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വേണം. അല്ലാതെ തോന്നിയ കാര്യം എടുത്ത് പറയുകയില്ല, മുഖത്തടിച്ച് പറയുക എന്ന് പറയുന്നത് ശരിയല്ല. അത് ചിലവർ പറയും ഒരു ബോൾഡ്നെസ് ആണ്, എൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്, ഞാൻ കണ്ടാൽ അത് തുറന്നു പറയും. പക്ഷെ അത് തുറന്നു പറയുന്നത് ചില കാര്യങ്ങൾ അങ്ങനെ തുറന്നു പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ പറയുന്നതിനും ഒരു രീതിയുണ്ട്. അതൊന്നും ഫോളോ ചെയ്യാതെ എന്തെങ്കിലും ചെയ്തിട്ട് ഞാൻ അങ്ങനെയാണെന്ന് പറയുന്നതിന് അതൊരു വലിയൊരു ക്വാളിറ്റി ആയിട്ട് കണക്കാക്കാൻ പറ്റില്ലേ നമുക്ക്. വൈഷ്ണവൻ, ഒരു ഭക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ശ്രദ്ധയോട് കൂടിയിട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് വേണ്ട രീതിയിൽ ശാസ്ത്രത്തിന് അനുയോജ്യമായിട്ട് ഭഗവാനും ഗുരുജനങ്ങളും പറയുന്നത് അനുസരിച്ചുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ ശ്രമിക്കുക. അവരെ പ്ലീസ് ചെയ്യുമോ ഞാൻ ഈ പറയുന്നത്? മറ്റുള്ളവരെ കുറിച്ച് കുറ്റങ്ങൾ പറയുന്നത് ഭഗവാന് ഇഷ്ടപ്പെടുവോ? ചിന്തിക്കണം. നമ്മൾ ഒരു കാരണവശാലും ഇഷ്ടപ്പെടില്ല എന്ന് നമുക്കറിയാം. നമ്മൾ പല എക്സാമ്പിൾസും ശാസ്ത്രങ്ങളിലുണ്ട്. വൈഷ്ണവ നിന്ദ ചെയ്തിട്ടുള്ളവർക്കൊക്കെ ദണ്ഡനം കിട്ടിയിട്ടുണ്ട് ഭഗവാൻ. ഇവിടെ പറയുന്നു ഭഗവാൻ ദണ്ഡനം, അതായത് പണിഷ്മെന്റിൽ വെച്ച് ഞാൻ പണിഷ്മെന്റ് ആണെന്ന് പറയുമ്പോൾ ഈ ക്രിറ്റിസിസം എന്ന് പറയുന്നതും, അല്ലെങ്കിൽ അങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് ഭക്തരെ കുറിച്ച് നമ്മൾ ഭക്തരെ മോശമാക്കി പറയുന്നതും കേൾക്കുന്നതും അവരെ കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതൊക്കെ ഇതൊക്കെ ഭഗവാൻ ഇഷ്ടമില്ലാത്ത കാര്യമായതുകൊണ്ട് തീർച്ചയായിട്ടും അതിന് പണിഷ്മെന്റ് കിട്ടിയിരിക്കും. ആ പണിഷ്മെന്റ് ഭഗവാൻ നമ്മളറിയില്ല പണിഷ്മെന്റ് എങ്ങനെയാണ്. ചില സമയത്ത് പണിഷ്മെന്റ് എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ അത് പറയുന്ന പോലെ കൈമുറിക്ക് കാല് മുറിയൊന്നുമല്ല സംഭവിക്കുക. നമ്മൾ ഭഗവാനിൽ നിന്ന് അകന്നു പോകാനുള്ള കാര്യങ്ങൾ സംഭവിക്കും.
അപ്പോൾ നമ്മൾ വിചാരിക്കും കൂടുതൽ അടുക്കുന്നുണ്ട്, ഞാൻ കൂടുതൽ ഭക്തി സേവനങ്ങൾ ചെയ്യുന്നുണ്ട്, മറ്റുള്ളവരെ ചവിട്ടി വെച്ച് കവച്ച് വെച്ച് പോകാൻ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ മുന്നോട്ടാ പോകുന്നതെന്ന്. പക്ഷേ മുന്നോട്ട് നമ്മൾ നടക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേ പുറകിലൊരു കയറുണ്ട്. അല്ലെങ്കിൽ തോണി, കരയിൽ തോണി കെട്ടി തോണി തുഴഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെയാ. തുഴയിൽ മാത്രം നടക്കുന്നുണ്ട്, നമ്മൾ വിചാരിക്കും അക്കരയിൽ എത്തിയെന്ന്, പക്ഷെ എവിടെ എത്തിയിട്ടില്ല, അവിടെ തന്നെ നിന്ന് തുഴയണം. അങ്ങനെയായിരിക്കും സംഭവിക്കുക. സോ മൗനം എന്ന് പറയുന്നത് ഇവിടെ ശില പ്രഭുപാദി എടുത്തു പറയുന്നു, സ്പിരിച്വൽ പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട്, ആധ്യാത്മിക പുരോഗതിക്ക് വേണ്ടിയിട്ട് ഏറ്റവും സഹായിക്കുന്ന കാര്യമാണ് നാവിനെ കൺട്രോൾ ചെയ്യുക. അതുകൊണ്ട് ശീല രൂപ ഗോസ്വാമി വാചോവേഗം ആദ്യം പറയുന്നത്. സോ ഇത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചില ഭക്തരുടെ ഇടയിലും ശുദ്ധ ഭക്തരുടെ ഇടയിലും ചില ഭക്തർ മൗനവ്രതം എടുക്കുന്നവരൊക്കെ ഉണ്ട്. വൃന്ദാവനത്തിലൊക്കെ ഒരുപാട് ശുദ്ധ ഭക്തർ ഇങ്ങനെ മൗനവ്രതം, കാർത്തിക് ദാമോദര മാസത്തിൽ ഒന്നും വേണ്ടില്ല, അവര് നാമം ജപിക്കും, കീർത്തനം ചൊല്ലും, വേറെ ഒരാളോട് സംസാരിക്കില്ല ആ ഒരു മാസം. അത് വ്രതമാണ്. കീർത്തനം ചൊല്ലും, അതേപോലെ നാമം ജപിക്കും, വേറെ ഒന്നുമില്ല, വേറൊരു കോൺവെർസേഷനും ഇല്ല. സോ അങ്ങനെ ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. കാര്യം അത് ശുദ്ധ ഭക്തർക്ക് സാധിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ആവശ്യമുള്ളത് പറയുക, ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുക, ആവശ്യമില്ലാത്ത പ്രജൽപ്പങ്ങളും ഗോസിപ്പുകളും ക്രിറ്റിസിസും ഒക്കെ മാറ്റുക കംപ്ലീറ്റ്ലി. അതാണ് സൈലൻസ്. അതിനെയാണ് സൈലൻസ് എന്ന് വിളിക്കേണ്ടത്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. നമ്മൾ ഓരോ സാധക ഭക്തരും ചിന്തിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്, ഫോളോ ചെയ്യേണ്ടതാണ്. അതിൻ്റെ അർത്ഥം മൗനിയാവുക എന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിൽ പറയേണ്ട സമയത്ത്, അതായത് ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. അതായത് മോശമായിട്ടുള്ള കാര്യമല്ല പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ, ഭഗവാനെ കുറിച്ച് പറയുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറയാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ ക്ലാസ്സിൽ കേട്ട കാര്യങ്ങൾ എന്തെങ്കിലും നമുക്ക് റിയലൈസേഷൻ ആയിട്ട് തോന്നിയോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേക്ക് ഹോം മെസ്സേജ് കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ, ചോദ്യം ഒരു സീനിയർ ആയിട്ടുള്ള ഒരാളെ ചോദിക്കുന്ന സമയത്ത് അപ്പോൾ മൗനിയായിട്ടിരിക്കുന്നതിന് അർത്ഥമില്ല. അത് മൗനമല്ല, അത് ആക്ച്വലി നമുക്ക് കഴിവുകൊണ്ട് സംസാരിക്കാൻ, ഭഗവാനെ കുറിച്ച് 2 വാക്ക് പറയുവാനും സ്തുതിക്കുവാനും ഉള്ളൊരു അവസരമാണ് നമ്മൾ ആ സമയത്ത് മിണ്ടാതിരിക്കുക ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ആക്ച്വലി അത് മൗനമല്ല. അതിനെ മൗനം എന്ന് വിളിക്കാൻ സാധിക്കില്ല. മൗനം എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുക എന്നുള്ളതല്ല, സമയം, അതായത് പറയേണ്ട സമയത്ത് പറയേണ്ട കാര്യങ്ങളാണെങ്കിൽ പറഞ്ഞിരിക്കണം. ഇപ്പൊ ഗുരുവിനെ അല്ലെങ്കിൽ സ്നേഹം, ചിലപ്പോൾ ചില ആൾക്കാർ പറയും എൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട് പക്ഷെ അത് പുറമേക്ക് കാണിക്കണം എന്നില്ല എന്ന് പറയും. പക്ഷെ ഉള്ളിൽ ചില കാര്യങ്ങൾ നമ്മൾ ഉള്ളിൽ വെച്ചാൽ മാത്രം പോരാ, അത് എക്സ്പ്രസ് ചെയ്യും വേണം. സ്നേഹം ഉള്ളിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഭാര്യയ്ക്കും ഭർത്താവിനും തമ്മിലുള്ള റിലേഷനിൽ, അല്ലെങ്കിൽ അമ്മയും മക്കളും തമ്മിലുള്ള, അല്ലെങ്കിൽ അച്ഛനും മക്കളും തമ്മിലുള്ള റിലേഷനിൽ സ്നേഹം ഉള്ളിലുണ്ട്, പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ പിന്നെ ആ റിലേഷൻ എങ്ങനെ സ്ട്രോങ് ആയിട്ട് പോകും? എക്സ്പ്രഷൻ ചില സ്ഥലങ്ങളിൽ ആവശ്യമുണ്ടോ, അവിടെ എക്സ്പ്രസ് ചെയ്യണം. അതേപോലെ ഗുരുവിനോട് ബഹുമാനമുണ്ട്, ഭക്തിയുണ്ട്, ഗുരുഭക്തിയുണ്ട്. ദീക്ഷാഗുരു ആവട്ടെ, ശിക്ഷാഗുരു ആവട്ടെ. അപ്പൊ നമ്മൾ പറയുമ്പോൾ പറയും, അങ്ങ് എൻ്റെ ദീക്ഷാഗുരു, അങ്ങ് എൻ്റെ ഗുരുവാണ്, അങ്ങനെ എൻ്റെ വഴികാട്ടിയാണ്, എൻ്റെ കണ്ണ് തുറന്ന വ്യക്തിയാണ്, എൻ്റെ എന്താ പറയുക, ടോർച്ചാണ് എൻ്റെ ജീവിതത്തിലെ. ഇതൊക്കെ നമ്മൾ പറയും ചില സമയങ്ങളിൽ. ചിലപ്പോൾ എന്താ പറയുക, ഒരു വർഷത്തിലൊരു ദിവസം വരില്ലേ ഗുരുപൂർണിമ ദിവസം മാത്രം അത് പറഞ്ഞുകൊണ്ടാവുന്നില്ല. അത് റെഗുലർലി നമ്മൾ സുപ്പീരിയറിനെ കാണുമ്പോൾ സുപ്പീരിയറോട് കൊടുക്കേണ്ട റെസ്പെക്റ്റും ബഹുമാനവും ഒക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്തില്ലെങ്കിൽ പിന്നെന്താണ് കാര്യം? എക്സ്പ്രസ് ചെയ്യേണ്ടത് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സ്നേഹം പറയുന്ന പോലെ. അപ്പൊ അതുപോലെ മൗനം എന്ന് പറയുന്നതും അങ്ങനെയാണ്. നമ്മൾ പറയേണ്ട സമയങ്ങളിൽ ഭഗവാനെ സ്തുതിക്കുന്ന സമയത്ത്, ഭഗവാന്റെ ഭക്തരെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ മൗനിയായിട്ടിരിക്കുകയല്ല വേണ്ടത്. അപ്പോൾ പറ്റുമ്പോൾ നമ്മൾ പറയുക. നേരെ മറിച്ച് ഭഗവാനെ കുറിച്ചല്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ മൗനിയാവുന്നതാണ് ഇപ്പോഴും നല്ലത്. അങ്ങനത്തെ ചർച്ചയാണെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല അതിൽ, നമുക്കൊന്നും പറയാനില്ല. എനിക്കൊന്നും അറിയാത്ത കാര്യം ഞാനൊന്നും പറയുന്നില്ല. സോ അതാണ് സൈലൻസ്. സോ ഭഗവാൻ പറയുന്നു ഞാനാണ് മൗനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത ശ്ലോകം. യച്ചാപി സർവഭൂതാനാം ബീജം തദഹം അർജുന ന തത് അസ്തി വിനാ യത്സ്യാൻ മയാ ഭൂതാം ചരാചരം.
ഹരേ കൃഷ്ണ. പ്രഭു. ഓം നമോ ദേവായ. യച്ഛാപി സർവഭൂതാനാം ബീജം തദഹം അർജുന ന തദസ്തി വിനാ യസ്യാന്മയാ ഭൂതം ചരാചരം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യച്ഛാപി സർവഭൂതാനാം ബീജം തദഹമർജുന ന തദസ്തി വിനാ യസ്യ മയാ ഭൂതം ചരാചരം. ഹരേ കൃഷ്ണ പ്രഭുജി. ഓക്കെ, വിവർത്തനം ഭാവാർത്ഥം. ഹരേ കൃഷ്ണ പ്രഭുജി. യച്ഛാതി സർവഭൂതാനാം ബീജം തദഹമർജുന ന തദസ്തി വിനാ യസ്യാം മയാ ഭൂതം ചരാചരം. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. കൃഷ്ണ. യച്ഛാപി സർവഭൂതാനാം ബീജം തദഹമർജുന ന തദസ്തി വിനാ യസ്യാൻ മയാ ഭൂതം ചരാചരം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യച്ഛാപി സർവഭൂതാനാം ബീജം തദഹമർജുന ന തദസ്തി വിനാ യസ്യാൻ മയാ ഭൂതം ചരാചരം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യച്ഛാപി സർവഭൂതാനാം ബീജം തദഹമർജുന ന തദസ്തി വിനാ യസ്യാത് മയാ ഭൂതം ചരാചരം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. യച്ഛാപി സർവഭൂതാനാം ബീജം തദഹമർജുന ന തദസ്തി വിനാ യസ്യാൻ മയാ ഭൂതം ചരാചരം. ഓക്കെ, ഹരേ കൃഷ്ണ. വായിച്ചോളൂ വിവർത്തനം ഭാവാർത്ഥം. ഹരേ കൃഷ്ണ. വിവർത്തനം ഭാവാർത്ഥം. എസ് ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. അല്ലയോ അർജുന, സർവഭൂതങ്ങളുടെയും ആദിബീജമാണ് ഞാൻ. എന്നെ കൂടാതെ ചരാചരങ്ങളിൽ ഒന്നിനും നിലനിൽപ്പില്ല. ഭാവാർത്ഥം. ഏതൊന്നിനുമുണ്ട് ഒരു കാരണം. ആ കാരണം ആവിർഭാവത്തിന്റെ ബീജം കൃഷ്ണനാണ്. കൃഷ്ണന്റെ ശക്തിയില്ലെങ്കിൽ മറ്റൊന്നിനും നിലനിൽപ്പില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തെ സർവശക്തനെന്ന് പറയുന്നത്. കൃഷ്ണശക്തിയിൽ അടിയുറച്ചു നിൽക്കാത്തതെന്തും മായയായിട്ട് അറിയപ്പെടുന്നു. ഇല്ലാത്തതെന്തോ അത് എന്നർത്ഥം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഭഗവാൻ പറയുന്നു എല്ലാത്തിന്റെയും ബീജം തദഹം അർജുന, എല്ലാത്തിന്റെയും ബീജം ഞാനാണ്, സീഡ് ഞാനാണെന്ന് പറയുന്നു. എല്ലാത്തിന്റെയും വിത്ത്. സോ ഭഗവാനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒന്നുമില്ല. സർവചരാചരങ്ങളുടെയും കാര്യം അതാണ്. സർവചരാചരങ്ങൾ എന്ന് പറഞ്ഞാൽ അനങ്ങുന്നതും അനങ്ങാത്തതും എല്ലാത്തിൻ്റെ അസ്തിത്വം ഭഗവാനാണ്. അതാണ് ഭഗവാൻ പറയുന്നത്. നമുക്കത് പല സ്ഥലങ്ങളിലും നമ്മളത് ചർച്ച ചെയ്തിട്ടുണ്ട്. 7th ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. ഭഗവാനാണ് എല്ലാത്തിൻ്റെയും തുടക്കം, എല്ലാത്തിൻ്റെയും ബീജം അദ്ദേഹമാണ്, എല്ലാത്തിൻ്റെയും അസ്തിത്വം അദ്ദേഹമാണ് എന്നുള്ളതൊക്കെ. മത്തഃ സർവ പരതരം നാന്യത് കിഞ്ചിത് അസ്തി ധനഞ്ജയ മയി സർവമിതം പ്രോത്തം സൂത്രേ മണിഗണൈവ 7th ചാപ്റ്ററിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെയും പറയുന്നത് എല്ലാത്തിൻ്റെ അസ്തിത്വം ഞാനാണ്. എങ്ങനെയാണോ ഒരു മുത്തുമാലയിലെ ആ നൂലില്ലെങ്കിൽ മാലയ്ക്ക് പ്രസക്തിയില്ല, അതേപോലെയാണ് എല്ലാത്തിനും ഭഗവാനുണ്ട്. എല്ലാത്തിൻ്റെ അസ്തിത്വം ഭഗവാനാണ് എന്നുള്ളതാണ് പറയുന്നത് 39ാമത്തെ ശ്ലോകത്തിൽ. 40ാമത്തെ ശ്ലോകം നമുക്ക് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാം. സോ അതുകൊണ്ട് എല്ലാവരും ശ്ലോകം വായിക്കണമെന്നില്ല. ആരെങ്കിലും ഒരാൾ ശ്ലോകം വായിക്കുക. ഇതുവരെ വായിക്കാത്തവർ ഉണ്ടെങ്കിൽ അവർക്ക് പ്രയോറിറ്റി. എന്നിട്ട് നമ്മൾ ഭാവാർത്ഥം വിവർത്തനം വായിച്ച് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ. നാന്തോസ്തി മമ ദിവ്യാനാം വിഭൂതീനാം പരം തപ ഏഷാ തുദേശതാ പ്രോക്തോ വിഭൂതേർവിസ്തരോ മയാ. ഹരേ കൃഷ്ണ. നാന്തോസ്തി മമ ദിവ്യാനാം വിഭൂതീനാം പരം തപ ഏഷദുദ്ദേശത പ്രോക്തോ വിഭൂതിർവിസ്തരോ മയാ. ഹരേ കൃഷ്ണ. വായിച്ചോളൂ വിവർത്തനം ഭാവാർത്ഥം. മാതജിക്ക് ഇല്ലെങ്കിൽ പറ്റുമെങ്കിൽ. ശത്രുക്കളെ ജയിക്കുന്നവനെ എൻ്റെ ദിവ്യ വിഭൂതികൾക്ക് അവസാനമില്ല. ഞാൻ പറഞ്ഞതാകട്ടെ എൻ്റെ അനന്തമായ വിഭൂതികളുടെ ഒരു സൂചന മാത്രമാണ്. ഭാവാർത്ഥം. ഹരേ കൃഷ്ണ. വൈദിക സാഹിത്യങ്ങൾ പറയുന്നത് പോലെ ഭഗവാന്റെ വിഭൂതികളും ശക്തിവിശേഷങ്ങളും നാനാപ്രകാരത്തിൽ അറിയപ്പെടുന്നുവെങ്കിലും അവ എണ്ണിയാൽ തീരാത്തതാണ്. തന്മൂലം എല്ലാ വിഭൂതികളും ശക്തികളും വിവരിക്കപ്പെടുന്നില്ല. അർജുനന്റെ ജിജ്ഞാസ ശമിപ്പിക്കാൻ വേണ്ടി ചിലതിവിടെ ചൂണ്ടിക്കാണിക്കുന്നതേയുള്ളൂ.
ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാധവി. സോ ഇവിടെ പറയുന്നു, ഇതെല്ലാം പറഞ്ഞു, ഇത്രയും വിഭൂതികളെ കുറിച്ച് ഭഗവാൻ വിസ്തരിച്ചു എത്രയോ ശ്ലോകങ്ങളിലായിട്ട് അല്ലേ. അതെല്ലാം കഴിഞ്ഞിട്ട് ഭഗവാൻ പറയാണ്, ഞാൻ ഈ പറഞ്ഞതെല്ലാം വിഭൂതീനാം പരന്തപ ഏഷ, അതായത് ഏഷ തൂദേശതാ പ്രോക്തോ വിഭൂതിർ വിസ്തരവുമായ. വിഭൂതികളെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് അവസാനമില്ല. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ എന്ന് ഭഗവാൻ പറയുന്നത്. ഇതൊക്കെ കുറച്ച് ഉദാഹരണങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്, അത്രയേ ഉള്ളൂ. മുഴുവനും പറയാനാണെങ്കിൽ ഭഗവത്ഗീത ഇവിടെ നിൽക്കില്ല. ഭഗവത്ഗീത പോട്ടെ, അനന്തശേഷ് ഭഗവാന്റെ വിസ്തരണമായ അനന്തശേഷിന് ഇത്രയും തലകൾ ഉണ്ടായിട്ടും അനന്തശേഷിന് പോലും ഇതുവരെ സാധിച്ചിട്ടില്ല ഭഗവാന്റെ ശക്തികളെ കുറിച്ചും ക്വാളിറ്റീസിനെയും കുറിച്ചും വിസ്തരിക്കാൻ. അതാണ് അവസ്ഥ. സോ അൺലിമിറ്റഡ് ആണ്. ഭഗവാനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള സംബന്ധിച്ചതെല്ലാം തന്നെ അൺലിമിറ്റഡ് ആണ്, ഇൻഫിനിറ്റ് ആണ്. ഇൻഫിനിറ്റ് എന്ന് പറയില്ല, അതിനൊരു അവസാനമില്ല, തുടക്കവുമില്ല അവസാനമില്ല, അങ്ങനെ. സോ അതാണ് ഭഗവാന്റെ വിഭൂതി അല്ലെങ്കിൽ ശക്തികളൊക്കെ ഒരു ലിമിറ്റ് ഇല്ലാത്തതാണ്. അപ്പോൾ അർജുനോട് പറയുന്നത്, ഞാൻ കുറച്ച് എക്സാമ്പിൾ മാത്രം ഇവിടെ പറഞ്ഞു നിനക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. നിനക്കെന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കെല്ലാവർക്കും. ഓക്കെ. 41. യദ്യത് വിഭൂതി മത് സത്വം ശ്രീമത് ഊർജിതമേവ ച, ശ്രീമത് ഊർജിതമേവ വാ തത്തത് ഏവാവഗച്ഛാത്വം മമ തേജോംശ സംഭവം. യദ്യത് വിഭൂതി മത് സത്വം ശ്രീമത് ഊർജിതമേവ വാ തത്തത് ഏവാവഗച്ഛത്വം മമ തേജോംശ സംഭവം. യെസ്. ഹരേ കൃഷ്ണ പ്രഭുജി. യത് യത് വിഭൂതിമത് സത്വം ശ്രീമദ് ഊർജിതമേവ വാ തത്തത് ഏവാവഗച്ഛത്വം മമ തേജോംശ സംഭവം. വിവർത്തനം ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭുപാദ് കി ജയ്. വിഭൂതിമത്തും സുന്ദരവും തേജസ്സുറ്റതുമായ ഏതൊരു സൃഷ്ടിയും എന്റെ തേജസ്സിന്റെ ഒരു കണികയിൽ നിന്നും ഉത്ഭവിച്ചത് തന്നെ എന്ന് മനസ്സിലാക്കുക. ഭാവാർത്ഥം: ആധ്യാത്മിക ലോകത്തിലായാലും ഭൗതിക ലോകത്തിലായാലും തേജസ്സുറ്റതും സുന്ദരവും ഐശ്വര്യപൂർണവുമായിട്ടുള്ളത് എന്തും ഭഗവത് വിഭൂതിയുടെ ഒരു ആവിഷ്കാരമാണ്. അസാമാന്യമാം വിധം ഐശ്വര്യവത്തായത് ഏതൊന്നും കൃഷ്ണന്റെ വിഭൂതിക്ക് പ്രാതിനിധ്യം വഹിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രണാം. ഹരേ കൃഷ്ണ. പ്രണാം. സോ ഇവിടെ ഭഗവാൻ പറയുന്നു, ഈ ഓപ്പുലൻസിനെ കുറിച്ചും അല്ലെങ്കിൽ സൗന്ദര്യമായിട്ട് ഭംഗിയുള്ളതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ശ്രീമത് എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭംഗിയുള്ളത്, അല്ലെങ്കിൽ ഊർജിതം വളരെ ശ്രേയസ്കരം വളരെ വരിഷ്ഠമായിട്ടുള്ള അല്ലെങ്കിൽ അതിഗംഭീരമായിട്ടുള്ള സംഭവങ്ങൾ എന്താണെങ്കിലും, എന്ത് ക്രിയേഷൻ ആണെങ്കിലും, നമ്മൾ ഈ ലോകത്തെ എന്ത് കാണുന്നുണ്ടെങ്കിലും നമുക്കത് ചിലപ്പോൾ സ്വിറ്റ്സർലാൻഡും അങ്ങനെയുള്ള നമ്മുടെ ഈവൻ കാശ്മീരൊക്കെ നാച്ചുറൽ ബ്യൂട്ടി ഭയങ്കരമായിട്ടുണ്ട്. സ്വിറ്റ്സർലാൻഡ് ആണെങ്കിലും അങ്ങനെയുള്ള പല രാജ്യങ്ങളും. സോ നമ്മൾ അത് ആ ഒരു നേച്ചുറൽ ബ്യൂട്ടി കാണുമ്പോൾ എന്ന് നമുക്ക് തോന്നും, അതിഗംഭീരം, അതിമനോഹരം. അപ്പോൾ ഭഗവാൻ പറയുന്നു, ഇതെല്ലാം മമ തേജോ അംശ സംഭവം, എൻ്റെ തേജസ്സിൻ്റെ ഒരു അംശം മാത്രമാണ്. അപ്പോൾ ഇതൊന്നും കണ്ട് നമ്മൾ അത്ഭുതപ്പെടേണ്ട. പോട്ടെ, ഇതൊക്കെ ചെറിയ കാര്യങ്ങൾ, ഇവിടെയുള്ള നാച്ചുറൽ ബ്യൂട്ടിയൊക്കെ ചെറിയ കാര്യങ്ങൾ. നമ്മൾ കാണുവാണ്, ഈ ഇത്രയും ഇതിനും പ്ലാനറ്റ്സ് ഉണ്ട്, സൂര്യൻ, ചന്ദ്രൻ, എന്തൊക്കെ സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത്, ഇതൊക്കെ എന്താണ്? നമ്മൾ വിചാരിക്കും അതിമനോഹരം. തീർച്ചയായിട്ടും മനോഹരമായിട്ടുള്ളതാണ്, അതിഗംഭീരമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഭഗവാൻ പറയുന്നു, ഇതൊക്കെ ചെറിയ കാര്യമാണ്, വെറും അംശമാണ് എൻ്റെ തേജസ്സിൻ്റെ. ഭഗവാൻ പറയുന്നുണ്ടല്ലോ ഭഗവത്ഗീതയിലെ വേറെ സ്ഥലത്ത്, ഏകംശേന സ്ഥിതോ ജഗത്ത്, അംശേന സ്ഥിതോ ജഗത്ത്. ഈ ജഗത്ത്, ഈ ഭൗതിക ലോകം ഇരിക്കുന്നത് എൻ്റെ ശക്തിയുടെ ഒരു ചെറിയൊരു അംശത്തിലാണെന്ന്, അത്രയേ ഉള്ളൂ. അതായത് ഇത്രയും അനേക കോടി ബ്രഹ്മാണ്ടങ്ങളും ഇതെല്ലാം അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ ഭഗവാൻ പറയുന്നു ചെറിയൊരു അംശമാണ് എൻ്റെ ശക്തിയുടെ. അപ്പൊ എന്തായിരിക്കും അദ്ദേഹം? ആരാണ് അദ്ദേഹം? സാധാരണ ഒരു വ്യക്തിയല്ല. ഭഗവാൻ പരമദിവ്യതമ പുരുഷനെ ഇത് പറയാൻ സാധിക്കുകയുള്ളൂ.
ഓക്കെ. അഥവാ ബഹുനയ 42 അഥവാ ബഹുനൈതേന കിം ജ്ഞാതേന തവാർജുന വിഷ്ടഭ്യാം ഇദം കൃഷ്ണം ഏകം ശേന സ്ഥിതോ ജഗത്. ഇതാണ് ശ്ലോകം. ഹരേ കൃഷ്ണ. ആരെങ്കിലും വായിക്കാൻ വായിക്കാം? ആരെങ്കിലും വായിക്കുന്നുണ്ടെങ്കിൽ വായിച്ചോളൂ, അല്ലെങ്കിൽ വായിക്കും. ഹരേ കൃഷ്ണ. അഥവാ ബഹുനൈതേന കിം ജ്ഞാതേന തവാർജുന വിഷ്ടവ്യാഹമിതം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത്. വിവർത്തനം. അല്ലെങ്കിൽ അർജുന, ഇനിയും വിശദമായി ഇതെല്ലാം അറിയഞ്ഞിട്ട് എന്തു വേണം? എൻ്റെ ഒരു ചെറിയ അംശം മാത്രമാണ് ഈ മഹാപ്രപഞ്ചത്തിൽ വ്യാപിച്ച് അതിനെ നിലനിർത്തുന്നത്. ഭാവാർത്ഥം. ഹരേ കൃഷ്ണ. ഈ ഭൗതിക ലോകത്തിലെ എല്ലാറ്റിൻ്റെയും ഉള്ളിൽ പ്രവേശിക്കുന്ന പരമാത്മാവ് പരമപുരുഷനെ പ്രതിനിധീകരിക്കുന്നു. എപ്രകാരമാണ് എല്ലാം വെവ്വേറെ ഐശ്വര്യത്തോടുകൂടി നിലനിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ലെന്ന് ഭഗവാൻ അർജുനനോട് പറയുന്നു. കൃഷ്ണൻ പരമാത്മ സ്വരൂപിയായി അവയിൽ ഉൾപൂകി ഭൂതജാലങ്ങളെ നിലനിർത്തുന്നു എന്നറിഞ്ഞാൽ മതി. ഏറ്റവും വലിയ ജീവസത്തായ ബ്രഹ്മാവ് മുതൽക്ക് നെയ്യുറുമ്പ് വരെ ഏത് ജീവാത്മാവിനെയും പുലർത്തിപ്പോരുന്നത് അവരിൽ അന്തർഹിതനായ ഭഗവാൻ തന്നെ. ഏതു ദേവനെ ആരാധിച്ചാലും പരമപദത്തിൽ അഥവാ ഭഗവാനിൽ എത്തിച്ചേരാമെന്ന് പ്രചരിപ്പിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു പ്രസ്ഥാനമുണ്ട്. ദേവശ്രേഷ്ഠന്മാരായ ബ്രഹ്മാവിനും ശിവനും കൂടി ഭഗവത് വിഭൂതികളുടെ ചെറിയൊരംശത്തിന്റെ പ്രാതിനിധ്യമേ ഉള്ളൂ എന്നതിനാൽ ഈ ശ്ലോകത്തിൽ ദേവതകളെ ആരാധിക്കുന്നത് പൂർണ്ണമായും നിരുത്സാഹപ്പെടുത്തുന്നു. കൃഷ്ണനാണ് ഏവരുടെയും ഉദ്ഭവസ്ഥാനം. അദ്ദേഹത്തെക്കാൾ ശ്രേഷ്ഠനായി ആരുമില്ല. അദ്ദേഹം അസമോർധ്വനാണ്. അവിടത്തേക്കാൾ ശ്രേഷ്ഠനോ അദ്ദേഹത്തോട് തുല്യനോ ആയി ആരുമില്ല. കൃഷ്ണനെ ദേവന്മാരോട് ബ്രഹ്മാവോ ശിവനോ ആകട്ടെ തുല്യനായി കരുതുന്നവർ ഉടൻ തന്നെ അവിശ്വാസിയായി ഭവിക്കുമെന്നാണ് പത്മപുരാണം പറയുന്നത്. ഭഗവത് ശക്തിയുടെ വിഭൂതികളുടെയും വിസ്തരണങ്ങളുടെയും വിവരണം സശ്രദ്ധം പഠിച്ചാൽ ശ്രീകൃഷ്ണന്റെ സ്ഥാനം എന്തെന്ന് സംശയലേശമന്യേ പൂർണ്ണമായി ഗ്രഹിക്കാനും അദ്ദേഹത്തിൽ മനസ്സെ ഏകാഗ്രമായി ഉറപ്പിക്കാനും കഴിയും. തന്റെ ഭാഗിക പ്രതിനിധിയും സർവ അന്തര്യാമിയുമായ പരമാത്മാവിന്റെ രൂപത്തിൽ കൃഷ്ണൻ എങ്ങും വ്യാപിച്ചു നിൽക്കുന്നു. അതിനാൽ വിശുദ്ധ ഭക്തൻ സേവനോത്സുകനായി കൃഷ്ണാവബോധത്തിൽ മനസ്സ് സ്ഥിരീകരിച്ച് എല്ലായ്പ്പോഴും അതീന്ദ്രിയാവസ്ഥയിൽ ജീവിക്കും. ഈ അധ്യായത്തിലെ 8 മുതൽ 11 വരെ ശ്ലോകങ്ങൾ കൃഷ്ണാരാധനയെയും ഭക്തിയുത സേവനത്തെയും വിശദമായി വിവരിക്കുന്നുണ്ട്. അതാണ് ശുദ്ധമായ ഭക്തിയുത സേവനം. ഭഗവാനുമായി പരിപൂർണ ഭക്തി പൂർവകമായ സമ്പർക്കം നേടേണ്ടത് എങ്ങനെയെന്ന് ഈ അധ്യായം നിർദ്ദേശിക്കുന്നു. കൃഷ്ണനിൽ നിന്നുള്ള ശിഷ്യ പരമ്പരയിൽ ഉൾപ്പെട്ട ശ്രീ ബലദേവ വിദ്യാഭൂഷണം എന്ന മഹാചാര്യൻ ഈ അധ്യായത്തിന് എഴുതിയ ഭാഷ്യം ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. യച്ഛക്തിലേശ സൂര്യാദ്യഭവന്ത്യുഗ്ര തേജസഃ ഇദംശേന ധൃതം വിശ്വം സ കൃഷ്ണോ ദശമേർച്യുതേ. കൃഷ്ണന്റെ മഹാവിഭൂതിയിൽ നിന്നാണ് സൂര്യന് പോലും ഉഗ്ര തേജസ് ലഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു അംശം കൊണ്ടാണ് പ്രപഞ്ചം നിലനിന്നു പോരുന്നത്. അതുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ആരാധ്യനാകുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഭഗവാൻ അവിടെ പറയുന്നു, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഭഗവാൻ പറയുന്നു, ഇത്രയൊക്കെ പറയേണ്ട ആവശ്യം ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഇനി ഇതിനും കൂടുതൽ അറിയേണ്ട ആവശ്യമുണ്ടോ എന്നറിയില്ല. ഏകാംശേന സ്ഥിതോ ജഗത്. ഒരു ചെറിയൊരു അംശം, ഏക അംശം എന്നാണ് പറയുന്നത് ഭഗവാൻ. ചെറിയൊരു പാർട്ട് മാത്രമേ ഉള്ളൂ സ്ഥിതോ, ഈ ജഗത്ത് മുഴുവനും. അതാണ് ഭഗവാൻ. അപ്പോൾ ഈ വിഭൂതികളൊക്കെ ചെറിയ കുറച്ച് ഉദാഹരണങ്ങൾ അദ്ദേഹം പറഞ്ഞു, അത്രയേ ഉള്ളൂ. പക്ഷെ അദ്ദേഹത്തിനെ കുറിച്ച് നമുക്ക് പറഞ്ഞാൽ അദ്ദേഹം തന്നെ പറയുന്നു, മുഴുവനും പറയാൻ സാധിക്കില്ല. ഏകംശേന സ്ഥിതോ ജഗത്ത് എന്ന് പറഞ്ഞാൽ എല്ലാമായി അല്ലേ? ഈ ജഗത്ത് മുഴുവനും അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ മഹാവിഷ്ണുവിൽ നിന്ന് വരുന്ന എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ അംശമാണെന്ന് പറയുമ്പോൾ ശക്തിയുടെ ചെറിയൊരു അംശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞോടെ അല്ലേ? കൂടുതൽ ഇനി എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. നമുക്ക് അദ്ദേഹത്തിൻ്റെ പൊസിഷൻ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഭഗവാൻ ശ്രീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, അർജുനൻ ഇതെല്ലാം അർജുനന് പറഞ്ഞു കൊടുക്കുന്നത് ആക്ച്വലി കാര്യങ്ങളുടെ ഒരു സ്ഥിതി എന്താണെന്ന്, ആ ഒരു ഭഗവാന്റെ പൊസിഷനെ കുറിച്ചും വിഭൂതികളെക്കുറിച്ചും ആ ഒരു സ്ഥാനത്തെക്കുറിച്ചും ഒക്കെ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ് ഭഗവാൻ അർജുനനെ. ഇനി അടുത്ത ചാപ്റ്ററിൽ നമുക്ക് കാണാം, വിശ്വരൂപമാണ് കാണിക്കുന്നത് ഇതിൻ്റെ തുടർച്ചയായിട്ട്. ഇത്രയും വിഭൂതികളെ കുറിച്ച് പറഞ്ഞു,
ഇനി അർജുനന്റെ ഇനിയുള്ള സംശയങ്ങൾ, ഇനി എന്തെങ്കിലും സംശയങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ അതും കൂടെ പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വിശ്വരൂപം കൂടെ കാണിക്കുന്നത്. നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കും. അപ്പോൾ ഇവിടെ ശിലപ്രഭാജി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, ഭാവാർത്ഥത്തില് ഭഗവാനെ ഓവർടേക്ക് ചെയ്യാൻ, ക്രോസ് ചെയ്യാൻ ആർക്കും സാധിക്കില്ല. അസംമൂർധ്വ, ആരും ഭഗവാനേക്കാൾ സുപ്പീരിയർ ആയിട്ടില്ല, ഭഗവാന്റെ പോലെ ഈക്വൽ ആയിട്ടുമില്ല. എല്ലാവരും ഭഗവാന്റെ താഴെയാണ് ഉള്ളത് സ്ഥാനത്തിൽ നോക്കുമ്പോൾ. ആർക്കും അദ്ദേഹത്തെ കവച്ച് വെച്ച് മറികടന്ന് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് ഭക്തർ എന്ത് ചെയ്യുന്നു? ശുദ്ധഭക്തർ അല്ലെങ്കിൽ ശുദ്ധ ഭക്തരാവാൻ ആഗ്രഹിക്കുന്നവർ ഭക്തിയുത സേവനങ്ങൾ ചെയ്തുകൊണ്ട് പൂർണ്ണമായിട്ടും ആ പരമദിവ്യോത്തമ പുരുഷനെ ആരാധിക്കുന്നു. പരമദിവ്യോത്തമ പുരുഷൻ കൃഷ്ണൻ അല്ലെങ്കിൽ വിഷ്ണു അല്ലെങ്കിൽ നാരായണനെ ആരാധിച്ച് ആ പരംപദത്തിലേക്ക് അവർക്ക് എത്തുവാനും സാധിക്കുന്നു. വേറെ ഒരു ദേവി ദേവ ആരാധനയിലും അവർ പോകുന്നില്ല. കാരണം അവർ കൺവിൻസ്ഡ് ആണ് ഭഗവാനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന്. പിന്നെ വേറെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല. മറ്റുള്ളവരുടെ അടുത്ത് പോയാലും അവർ പറയുന്നത്, ദേവന്മാര് പറയുന്നത് നിങ്ങളെ കൃഷ്ണന്റെ അടുത്ത് പോകുന്ന പറയാ. ആക്ച്വലി അതാണ് അവരുടെ ആഗ്രഹം. അവരുടെ അടുത്ത് പോകുന്നേക്കാൾ അവരാഗ്രഹിക്കുന്നത് നമ്മൾ കൃഷ്ണന്റെ ഭക്തരാവാനാണ്. കാര്യം കൃഷ്ണൻ, നാരായണൻ, വിഷ്ണു ആരുടെയാണെങ്കിലും കാര്യം അവരെല്ലാവരും ഭഗവാന്റെ ഭക്തരാണ്. അതുകൊണ്ട് അതാണ് കാര്യം. അപ്പോൾ ബുദ്ധിയുള്ള ആൾക്കാര് അകാമ സർവകാമോവ മോക്ഷകാമ ഉദാരതി തീവ്രേണ ഭക്തി യോഗേന യജേത പുരുഷം പരം. ആഗ്രഹത്തോട് കൂടിയിട്ടാണ്, ആഗ്രഹമില്ലാഞ്ഞിട്ടോ മുക്തിയോ മോക്ഷമോ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, അതോ ശുദ്ധ ഭക്തിയാണോ ആഗ്രഹിക്കുന്നത്, എന്ത് ആഗ്രഹമായിക്കോട്ടെ, സ്പിരിച്വൽ ആവാം, മെറ്റീരിയൽ ആവാം, നോ പ്രോബ്ലം. യജേത പുരുഷം പരം. ഭഗവാൻ കൃഷ്ണനോട് ചോദിച്ചോളൂ. ഭഗവാനോട് ചോദിക്കാം നമുക്ക്. വേറെ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. വേറെ ആരോടും പോയി നമുക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല. റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു അച്ഛൻ നമുക്കുള്ളപ്പോൾ റെസ്പോൺസിബിലിറ്റി എടുക്കാത്ത ദേവന്മാരുടെ അടുത്ത് പോകേണ്ട കാര്യമില്ലല്ലോ. കാര്യം ദേവന്മാർ തരുന്ന ഓരോ വരത്തിനും റെസ്പോൺസിബിലിറ്റി അവരെടുക്കുന്നില്ല. അവർക്ക് ഉത്തരവാദിത്വമില്ല. നമുക്ക് എന്തെങ്കിലും തന്നു, ഓക്കെ, അത് ഉപയോഗിച്ച് നമ്മൾ മിസ്യൂസ് ചെയ്യുവാണെങ്കിൽ, ആ വരത്തും ഉപയോഗിച്ച് മിസ്യൂസ് ചെയ്യുവാണെങ്കിൽ അതിന്റെ കർമ്മം നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഭഗവാൻ എന്ത് ചെയ്യും? അദ്ദേഹം അതുകൊണ്ട് നമ്മൾ മിസ്യൂസ് ചെയ്യുന്ന അറിയുന്ന ഒരു കാര്യമാണെങ്കിൽ ഭഗവാൻ അത് തരില്ല. സിമ്പിൾ. അപ്പോൾ പല ആളുകൾക്കും ഭഗവാൻ കൃഷ്ണന്റെ അടുത്ത് പോയാൽ ഒന്നും നടക്കില്ല എന്നുള്ളൊരു അഭിപ്രായം വരും. കാര്യം ഭഗവാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു അച്ഛനാണ്, റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഗാർഡിയനാണ് അദ്ദേഹം. അദ്ദേഹം നമുക്ക് ഭക്തിയിൽ ഉപകരിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അദ്ദേഹം സാങ്ഷൻ ചെയ്യും. ഭക്തിയിൽ ഭഗവാനിൽ നിന്ന് അകലുന്ന കാര്യങ്ങളാണെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ ആലോചിക്കും, വേണോ വേണ്ടയോ. പിന്നെ നമ്മൾ അത് തന്നെ വേണമെന്ന് പറഞ്ഞാൽ ഓക്കെ ഇന്ന് എടുത്തോളൂ. വാശി പിടിക്കുന്ന കുട്ടികളാണെങ്കിൽ അച്ഛനും അമ്മയും ഇഷ്ടമില്ലാതെ ചെയ്തു കൊടുക്കും ചില കാര്യങ്ങൾ, അല്ലെ? ഇഷ്ടമല്ല അവർക്ക് ചെയ്തു കൊടുക്കാൻ, പക്ഷെ നിർബന്ധിതരായി പോകും അവര് കുട്ടിയുടെ വാശി കാരണം. അങ്ങനെ ചില ആൾക്കാർ പോയിട്ട് ചോദിക്കുമ്പോൾ തന്നേ പറ്റൂ എന്ന്, ശരി എടുത്തോളൂ, അതിന്റെ വരും വരായകളും അനുഭവിച്ചോളൂ എന്ന് പറയും. അനുഭവിച്ചോളൂ എന്ന് പറയും എന്നുണ്ടെങ്കിലും ഭഗവാന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അങ്ങനെ അപ്പോൾ അനുഭവിക്കുന്ന സമയത്ത് അവര് എന്തെങ്കിലും പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി ബുദ്ധിമുട്ടുകളുടെ അനുഭവിക്കുമ്പോൾ അവിടെ കൈത്താങ്ങായിട്ട് ഭഗവാൻ പോകും. കാര്യം റെസ്പോൺസിബിലിറ്റി എടുക്കുന്ന പാരന്റ് ആണ്. ഒരു നമ്മുടെ മക്കള് വഴിതെറ്റി പോകുന്നുണ്ട് കാണുമ്പോൾ അച്ഛനും അമ്മയും എങ്ങനെയും അവരെ സഹായിക്കാൻ നോക്കും. ചിലപ്പോൾ ശത്രു രീതിയിലായിരിക്കും മക്കളും അച്ഛനെയും അമ്മയും കാണുന്നത്. പക്ഷെ എന്നാലും ആ കുട്ടിയെ സഹായിക്കാനുള്ളൊരു ശ്രമം അവർ നടത്തും. എങ്ങനെയെങ്കിലും എന്തൊക്കെയാണെങ്കിലും എൻ്റെ മോനല്ലേ, എന്തൊക്കെയാണെങ്കിലും എൻ്റെ മകളല്ലേ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. ആ ഫീലിംഗ് ഭഗവാനും ഉണ്ട്. ദേവന്മാരുടെ അടുത്ത് പോയി ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരാണ് നിങ്ങൾ ചോദിക്കും, ഹു ആർ യു? കുറെ വർഷങ്ങൾ മുമ്പ് നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു, അന്ന് എനിക്ക് അറിയാമായിരുന്നു, ഇന്ന് എനിക്ക് അറിയില്ല. ബിക്കോസ് അവർ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നില്ല. അങ്ങനെയാണ്. അതാണ് പറയുന്നത് യജേത പുരുഷം പരം. ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാൻ കൃഷ്ണനെ ആരാധിക്കുക, നമുക്കെല്ലാം നടക്കും. ഇവിടെ ശില ബലദേവഭൂഷൺ കൺക്ലൂഡ് ചെയ്യുന്നു, ഈ ചാപ്റ്റർ കൺക്ലൂഡ് ചെയ്ത് അദ്ദേഹത്തിന്റെ കമന്ററിയിൽ അദ്ദേഹം പറയുന്നതാണ് എല്ലാത്തിൻ്റെയും സൂര്യന്റെ തേജസ്സും എല്ലാം വരുന്നത് ഭഗവാനിൽ നിന്നാണ്. എല്ലാം ഭഗവാന്റെ ശക്തിയാണ്. ഈ ജഗത്ത് മുഴുവനും അദ്ദേഹത്തിന്റെ ശക്തിയാണ്. യദ് അംശേന ധൃതം വിശ്വം, ഈ വിശ്വം മുഴുവനും അദ്ദേഹത്തിന്റെ ചെറിയൊരു അംശത്തിലാണ് ഇരിക്കുന്നത്. ശക്തിയുടെ ചെറിയൊരു അംശത്തിലാണ് നിലനിൽക്കുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് സ കൃഷ്ണോ ദശമേ അർച്യതേ, അതുകൊണ്ട് പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണനാണ് ശരിക്കും അദ്ദേഹത്തെ ആണ് ആരാധിക്കേണ്ടത്. കാര്യം അദ്ദേഹമാണ് ടോപ്പ്. അതുകൊണ്ട്
ടോപ്പ് മോസ്റ്റ് പൊസിഷനിലിരിക്കുന്നത്. ശ്രീല പ്രഭുപാജിയുടെ ഭക്തിവേദാന്ത ഭാവാർത്ഥം 10ാമത്തെ അധ്യായത്തിലെ ഭാവാർത്ഥം ഇവിടെ അവസാനിക്കുന്നു. ശ്രീല പ്രഭുപാദ് കി ജയ്, ശ്രീമദ് ഭഗവത്ഗീത കി ജയ്, ഗൗഡിയ ഗുരുവൃന്ദ കി ജയ്, നിതായ് ഗൗർ പ്രേമാനന്ദി. ഹരേ കൃഷ്ണ. താങ്ക് യു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ 11ാമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നു. ഹരേ കൃഷ്ണ. ഭഗവാന്റെ കാരുണ്യത്തോടു കൂടി. താങ്ക് യു. വാഞ്ചാകൽപതരൂപ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ.